Hi all, good evening and welcome to Afa's Wellness Psych Connect. അപ്പം ഈ ഒരു വെബിനാറിന്റെ മെയിൻ ഉദ്ദേശം എനിക്ക് ഒരുപാട് പേര് ഗ്രാജുവേറ്റ് ആയി ഇപ്പൊ റീസെന്റ് പ്രൊഫഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തരാനും പ്രൊഫഷനിൽ എങ്ങനെ എക്സൽ ചെയ്യാം എന്ന് നിങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വെബിനാറിന്റെ മെയിൻ ഉദ്ദേശം. ആസ് യു ഓൾ നോ, ഒരു 3 വർഷത്തോളമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 3 വർഷമല്ല, 2 വർഷം കഴിഞ്ഞു. 3 വർഷം ആയിട്ടില്ല, 2 വർഷം കഴിഞ്ഞു. 2.5 വർഷമായി എന്ന് പറയാം ഞാൻ ഈ ഫീൽഡിലുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു വെരി സൂൺ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. പാസ് ഔട്ട് ആയി വെറും ഒരു 3 months കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്, സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോഴും കുറെ പേരുടെ ഒരു മിസ്കൺസെപ്ഷൻ ആണ്, നമുക്കൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ MPhil വേണം, സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തുതരാം എന്നുള്ളതാണ് എന്റെ മെയിൻ ഉദ്ദേശം. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്കൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG in സൈക്കോളജി ആണ്. MPhil is not necessary for counseling psychologist. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട്, കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് MPhil ആവശ്യമില്ല. ഇപ്പോഴത്തെ MPhil എടുത്തൊഴിവാക്കുന്നുണ്ട്, അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെങ്കിലും പ്രൈവറ്റ് പ്രാക്ടീസിനോ, നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനോ, നിങ്ങൾക്കൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാനോ ഒന്നും MPhilന്റെ യാതൊരു ആവശ്യവും ഇല്ല. PG in സൈക്കോളജി is enough. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും നിങ്ങളുടെ ഡിഗ്രിയുടെയും PGയുടെയും റെഗുലർ സർട്ടിഫിക്കറ്റ്സ് പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക്, അത് വലിയ സെറ്റപ്പിലൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടില് തൊട്ടടുത്തൊരു മുറിയുണ്ട്, വീടിനോട് ചേർന്നതല്ലാതെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അതിന് പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ നമ്മൾ ഉറപ്പുവരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ നമ്മളടുത്ത് സൂപ്പർവിഷന് നിൽക്കുന്ന കുട്ടികൾക്ക് അതിലേക്ക് എല്ലാവിധ ഹെൽപ്പും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അപ്പൊ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്, നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പൊ പ്രൊഫഷനിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അതായത് എനിക്കൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇതില്? യെസ്, യെസ്, യെസ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്റെ ലൈഫിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഫഷൻ ഉണ്ടോ? ചിലപ്പോൾ ഞാൻ ഈ പ്രൊഫഷനിൽ ഇരിക്കുന്നതിനെ കൊണ്ട് തോന്നുന്നതായിരിക്കാം, പക്ഷെ ഇത്ര നല്ലൊരു പ്രൊഫഷൻ ഉണ്ടോ തോന്നിപ്പോവും കേട്ടോ. അപ്പാർട്ട് ഫ്രം ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മള് കാരണം ഒരാള് ലൈഫിലേക്ക് തിരിച്ചു വരാം, നമ്മള് കാരണം ഉറക്കം പോയ ഒരാൾക്ക് ഉറക്കം കിട്ടുക, നമ്മള് കാരണം ഇപ്പൊ ഇന്നലെ രാത്രി 2 o'clock എന്റെ ഒരു ക്ലയന്റിന്റെ ഫോൺ എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ആ ക്ലയന്റിന്റെ കസിൻ ബ്രദർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. ത്രൂ ഔട്ട് ഞാൻ ആളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ട്. അപ്പം ഒരു രാത്രിയൊക്കെ ആയപ്പോഴേക്കും ആൾ എന്നോട് പറഞ്ഞു, മാം ഇല്ല, പ്രതീക്ഷയൊക്കെ കൈവിട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ആ മരിച്ച സമയത്ത് എനിക്ക് എന്റെ ക്ലയന്റിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ ഉറക്കം എഴുന്നേൽക്കുമ്പോ ഈ മെസ്സേജ് കാണുമ്പോൾ ഞാൻ ആളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ശരിക്കും ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്ന ഒരു പ്രൊഫഷൻ ആയിട്ടാണ്. വേറെ ഏത് പ്രൊഫഷനിൽ അപ്പുറത്തോട്ടും നമുക്ക് ഒരുപാട് എന്താ പറയാ, നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒരുപാട് ഓക്കെ ആവുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ്. ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നമുക്ക് ക്ലയൻസിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുമോ, അത് നമ്മുടെ ലൈഫിനെ ബാധിക്കോ? എന്നോട് ചോദിക്കുകയാണെങ്കിൽ നോ, നെവർ. കാരണം നമ്മൾ എംപത്തൈസ് ചെയ്യല്ലേ ചെയ്യുന്നത്, സിമ്പത്തി അല്ലല്ലോ നമുക്ക് വരുന്നത്, നമ്മൾ എംപത്തി അല്ലേ വർക്ക് ചെയ്യുന്നത്. സോ ഒരിക്കലും ഒരു ക്ലയന്റിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മളെ ബാധിക്കില്ല. ആൻഡ് ഇനി ഫ്രഷേഴ്സ് ആയിട്ട് ഇറങ്ങുന്നവരോട് എനിക്ക് 1-2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ പണി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുക്കാൻ പോവരുത്. അതെന്റെ
ഹെവി റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം. കാരണം നിങ്ങൾ ഈ ജോലി വെറുത്തു. ഞാൻ 1-2 വർഷമായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഞാൻ പറയാം. ഫ്രഷേഴ്സിന് ഹയർ ചെയ്യാനും ഒരു ബേസിക് സാലറി ആയിട്ട് ഒരു 15,000 to 20,000 ഇടയിൽ, ഒന്നെങ്കിൽ 15 ആൻഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷനിൽ 20,000 തന്ന് നിങ്ങളെ ഹയർ ചെയ്യാൻ ഒരു കൂട്ടം ക്ലിനിക്സും കാര്യങ്ങളും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒക്കെ നല്ല കാര്യമാണ് കേട്ടോ. പക്ഷേ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഇല്ലാത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർവിഷൻ തരാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ ജോലി വെറുക്കും. എന്തുകൊണ്ടാണെന്നും കൂടെ പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ തളർത്തുകയാണെന്ന്. കാരണം അൺഎംപ്ലോയിഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കോഷ്യസ് ആക്കുകയാണ്. ഇപ്പം ഞങ്ങള് ഇവിടെ വർക്ക് ചെയ്യുന്ന, എനിക്കിവിടെ 4 സൈക്കോളജിസ്റ്റും ഒരു അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റും ആണുള്ളത്. ഹോണസ്റ്റ് ആയിട്ട് പറയാണ്, ഇവരുടെ 5 പേരുടെയും ഒരു സർട്ടിഫിക്കറ്റ്സും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവരുടെ 5 പേരുടെയും സർട്ടിഫിക്കറ്റ്സ് കണ്ടിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. അവരൊക്കെ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. സൈക്കോളജിസ്റ്റ് മൈത്രി, സൈക്കോളജിസ്റ്റ് ആഷ്മി ആന്റോ, ബോത്ത് ഓഫ് ദം സൈക്കോളജിസ്റ്റ് ലക്ഷ്മി പ്രിയ. ആക്സിഡന്റലി ആണെങ്കിൽ 3 of them are from സെന്റ് ജോസഫ് ഇരിഞ്ഞാലക്കുട. അത് ആക്സിഡന്റലി സംഭവിച്ചാട്ടോ. 3 പേര് സെന്റ് ജോസഫ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്. സൈക്കോളജിസ്റ്റ് ഷെറിൻ ഫ്രം നോബൽ കോളേജ്, ആൻഡ് അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് റോഷ്നി റോയ് ഫ്രം ഡോൺ ബോസ്കോ വയനാട്. ഇവരുടെ ആരുടെയും യാതൊരു സർട്ടിഫിക്കറ്റ്സും ഞാൻ കണ്ടിട്ടില്ല. അവർ പാസ്സാണെന്ന് എനിക്കറിയാം. അവർ എത്ര മാർക്കിൽ പാസ്സായിരുന്നു, ഏത് പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ A+ ആണോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അവരുടെ സ്കില്ല് മാത്രം കണ്ടിട്ട് ഞാൻ ഇവിടുത്തെ പിക്ക് ചെയ്ത, എന്റെ ഇന്റേൺഷിപ്പിൽ വന്നിട്ട് പിക്ക് ചെയ്താണ് ഈ 5 പേരെയും. അപ്പൊ അതാണ്, നമുക്ക് കുറെ മാർക്ക് ഉണ്ട്, ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പർ ആണ്, അല്ലെങ്കിൽ ഞാൻ റാങ്ക് ഹോൾഡർ ആണ്, ഇതൊന്നും ഈ വർക്കില് വലിയ കാര്യമല്ല. പണി അറിയാം എന്നത്. അതായത് പണി അടച്ച് കൺസൾട്ടന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കേസ് കോൺസെപ്ച്വലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ആൻഡ് പോകെയുള്ള സെഷൻസിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റണം? വ്യത്യാസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. ഒരു പേഷ്യന്റ് നമ്മൾ എടുത്ത് വരികയാണ്, 3 to 4 സെഷൻ കഴിഞ്ഞിട്ട് യാതൊരു വ്യത്യാസവും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ജോലി മടുക്കും. അത് കണ്ടുവരുന്നതാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റ്, ഷി വാസ് വർക്കിംഗ്, എനിക്ക് മുന്നേ ഒരു ബേസിക് സാലറിക്ക് ഒരു സ്ഥലത്താള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരിയുടെ വർക്ക് ലോഡിനെ പറ്റിയൊക്കെ പറയും. അതുകൊണ്ട് കൂടിയാണ് കേട്ടോ പ്രഷറായിട്ടിരിക്കെ പിന്നെ കുട്ടീനെ എന്താ ചെയ്ത് വർക്കിലേക്ക് എടുക്കുകയായിരുന്നു. ഷി വാസ് അപ്പോയിന്റഡ് ആസ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ബട്ട് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കുട്ടി പറയും. കാരണം മെന്റൽ ഹെൽത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് മുതലാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. കാരണം നമ്മൾ സ്ട്രെസ്സിൽ ഇരിക്കുമ്പോൾ ചെയ്താൽ ശരിയാവുന്ന ഒരു വർക്ക് അല്ല ഇത്. ആൻഡ് ഓൾസോ നമ്മൾ പോകുന്ന ക്ലിനിക്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് മാത്രമായിട്ട് ഒരു ക്ലിനിക്കിലോ ഹോസ്പിറ്റലോ ഒക്കെ നിങ്ങളെ ഹയർ ചെയ്യും. അവിടെ നിങ്ങൾക്കൊരു സൂപ്പർവിഷൻ, നമ്മുടെ പണി LLB പണി പോലെ തന്നെയാണ് മക്കളെ, അത് അങ്ങനെ തന്നെ വരുവുള്ളൂ. അതായത് നമുക്കൊരു സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് സ്വന്തമായിട്ട് അത് ഇരുന്ന് പഠിക്കാനും അതുപോലെ തന്നെ എന്തും വേണം, അത് പ്രയോഗിക്കാനുള്ള ഒരു ധൈര്യവും വേണം. അപ്പൊ എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക്, എന്നെ അറിയുന്നവർക്ക് അറിയാം, എനിക്ക് സൈക്കോളജി ഭയങ്കര പാഷനായിരുന്നു. എനിക്ക് ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ എത്തുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. ഞാൻ വെറും CBT 5 ദിവസത്തെ ക്ലാസ്സിനാണ് പോയത്. ഞാൻ നിങ്ങള് പറഞ്ഞ വിശ്വസിക്കുമെന്ന് അറിയില്ല, CBT ജൂഡിബെക്കിന്റെ പുസ്തകമൊക്കെ ഞാൻ സ്വയം ഇരുന്ന് പഠിച്ചു. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസിൽ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് അത് ഇന്റർനാഷണൽ പുസ്തകമാണ് ജൂഡിബെക്ക് എഴുതിയിട്ടുള്ളത്. അത് നമ്മുടെ കേരളത്തിൽ വർക്ക്ഔട്ട് ആവില്ല. വീണ്ടും 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 പേഷ്യൻസ് വരുന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത്, ആ എക്സ്പീരിയൻസ് ചെയ്ത് വ്യത്യാസം ഉണ്ടാക്കിയിട്ടാണ് ഇന്നിവിടെ. ഇപ്പൊ നിങ്ങളുടെ സെഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞാനൊരു കേസ്, ഓൺലൈൻ കേസ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് ഡെയിലി ബുക്കിംഗ് ഉണ്ട്. 7 ജില്ലയിൽ നിന്ന് എനിക്ക് കേസ് വരുന്നുണ്ട്. 7 ഡിസ്ട്രിക്റ്റിൽ നിന്ന് എന്റെ ക്ലിനിക്കിൽ വരുന്നതാണ്. 7 ജില്ലയിൽ നിന്ന്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ഈ 7 ജില്ലയിൽ നിന്നും എന്റെ ക്ലിനിക്കിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വളരെ വലിയൊരു മോട്ടിവേഷൻ തന്നെ തരാം. ഞാൻ കോഴിക്കോടിന്റെ ഔട്ട്സ്കേർട്ടിലാണ്, സിറ്റിയിലൊന്നും അല്ല, വലിയ സെറ്റപ്പുള്ള ക്ലിനിക് ഒന്നും അല്ല കേട്ടോ. ഇവിടെ വന്നവർക്കറിയാം, അത് ഞാൻ വളരെ ലോ സെറ്റപ്പിലായിരുന്നു തുടങ്ങി. ഇപ്പൊ പിന്നെയും കുറച്ചൊക്കെ സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അന്ന് ഞാൻ വളരെ വലിയ സെറ്റപ്പും തുടങ്ങാത്ത കാര്യം ശരി
ഈ പണി ഞാൻ ഏറ്റെടുത്ത ഈ നാട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമോ, എന്നെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ അറിയോ സൈക്കോളജിസ്റ്റ് ആയിട്ട്? നിങ്ങൾ ചിലപ്പോ സൈക്കോളജിയുടെ ഒരുപാട് ആഡ്സും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്റെ കൺസൾട്ടിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ഇത് റീസെന്റ് വരാൻ തുടങ്ങിയിട്ടുള്ളൂ. അതും ഞാൻ ചെയ്യാനുള്ള കാരണം ഇവിടുത്തെ ബാക്കിയുള്ള സൈക്കോളജിസ്റ്റിനെ കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്റെ കൺസൾട്ടിങ് ആഡ്സും നിങ്ങൾ കാണാറില്ല, പക്ഷെ ഒരു പഞ്ഞവും ഇല്ല കേസിന്. ഇറ്റ് ഇസ് അബൌട്ട് ഹോം പബ്ലിസിറ്റി. നമ്മളെടുത്ത് വന്നിട്ട് ഒരു ക്ലയന്റിന് വ്യത്യാസം ഉണ്ടായാൽ അവർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണെങ്കിലും നമ്മൾ അടുത്തോട്ട് വരും. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക തന്നെ ചെയ്യും. അല്ലാത്ത പക്ഷം കുറച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ജോലി നമുക്ക് മടുത്ത് തുടങ്ങും. എത്ര പേര് ഇതില് തെറാപ്പിയില് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഈ 5 വർഷം കോളേജിൽ പഠിച്ച കാര്യങ്ങൾ വിട്ടേക്കിട്ടോ. അതുകൊണ്ട് ഈ സീറ്റിൽ ഇരിക്കുമ്പം എന്തുപകാരം ഉണ്ടാവും എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രാക്ടിക്കൽ നോളജ് ഏതെങ്കിലും കോളേജിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്റെ അറിവിലില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കൺസൾട്ടിങ് പ്രാക്ടിക്കൽ നോളജ്, കാരണം നമ്മുടെ ടീച്ചേഴ്സ് ആരും പ്രാക്ടീസ് ചെയ്യുന്നവരല്ല. പിന്നെ അവര് നമുക്ക് എങ്ങനെ പ്രാക്ടീസിങ് നോളജ് തരാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ 5 വർഷം കോളേജിൽ ഇപ്പൊ നമ്മളിപ്പോ സൈക്കോതെറാപ്പിക്സ് 1 and 2 ഒക്കെ സ്പോർട്സ് സെമ്മിൽ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ തെറാപ്പീസ് എന്ന് പറഞ്ഞ് പഠിക്കണം. ഇതൊക്കെ ഒന്നുകിൽ നമ്മൾ സെമിനാർ എടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു തിയററ്റിക്കൽ ആയിട്ടായിരിക്കും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് അതൊക്കെ നിങ്ങൾ മായ്ച്ചാളയൂ. തെറാപ്പിയില് കൃത്യമായിട്ട് ഒരു തെറാപ്പി കോഴ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു തെറാപ്പിയിൽ സ്പെഷ്യലൈസ് ചെയ്ത എത്ര പേര് ഇതിലുണ്ട്? ഇന്ററാക്റ്റീവ് സെഷൻ ആട്ടോ മക്കളെ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ്, നിങ്ങളുടെ അഫ മാം ആണ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും ചോദിക്കാം. അത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എത്ര പേരുണ്ട്? ജസ്റ്റ് ടൈപ്പ് ചെയ്യാവോ? ഇല്ല. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റിൽ മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നത്? എന്തുകൊണ്ടിട്ടാണ്? ഇല്ല, ടൈം കളയേണ്ട അവസ്ഥ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റിൽ മാറ്റം വരുത്താൻ പോകുന്നത്? അപ്പോ മക്കളെ നമ്മൾ ചെയ്യുന്നത്, യെസ്, നമ്മൾ ആദ്യ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക. കൗൺസിലിംഗും സൈക്കോതെറാപ്പിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പൊ ആർക്ക് വേണമെങ്കിൽ കൗൺസിൽ ചെയ്യാം. ഇപ്പം ഒരു ക്രൈസിസിൽ നിൽക്കുകയാണ്, ഒരു പ്രശ്നത്തിൽ, ഒരു ഹിയർ എന്ന ഉള്ള ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ആർക്കും നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു റീസെന്റ് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു എക്സാം പോയിട്ടിരിക്കുന്ന ഫെയിൽ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം. അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് വീട്ടിലൊരു അടിപിടി നടന്നിട്ടുള്ള, അല്ലെങ്കിൽ സിബ്ലിങ്സ് തമ്മിലുള്ള ഫൈറ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് കൗൺസിലിംഗ് കൊടുക്കാം. സാരമില്ല, ഞാൻ എന്റെ അവള് പറയുന്നൊക്കെ കേൾക്കാം. ഇതൊക്കെ കൗൺസിലിംഗ് ആണ്. പക്ഷേ സിംപ്റ്റമാറ്റിക് ആവുകയാണ്. ഈ ഒരു പ്രശ്നം കാരണം ഒരു കുറച്ചു കാലമായിട്ട് ആൾക്ക് ഉറക്കം വരുന്നില്ല, ആൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്ക് ഭക്ഷണത്തോട് വിരക്തിയാണ്, ആൾക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ തോന്നുന്നില്ല. അതെന്തായി മാറി? സിംപ്റ്റമാറ്റിക് ആയിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴേക്കും ബുദ്ധിമുട്ട് വരികയാണ്, റെക്കറന്റ് ആയിട്ട് പാനിക് അറ്റാക്ക് വരുന്നുണ്ട്. അത് സിംപ്റ്റമാറ്റിക് ആണ്. അങ്ങനെയുള്ള ഒരാള് നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവര് നമ്മൾ ചിലർ ഇടയ്ക്ക്, ഇപ്പൊ ഞാൻ ഈ റീസെന്റ് ആയിട്ട് തന്നെ ഒരു കുട്ടി കോൾ ചെയ്തു. ഞാൻ റീസെന്റ് ഗ്രാജുവേറ്റ് ആണ്, MSc സൈക്കോളജി കഴിഞ്ഞതാണ്, ഒരു വളരെ പ്രമുഖ കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയതാണ്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ടോ? ഞാൻ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് വിത്തൗട്ട് ഗൈഡൻസ് അത് ഇന്റേൺഷിപ്പ് ആയിട്ട് കണക്കാക്കരുതേ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ, കുതിരവട്ടം, മുളമ്പാറ, ചേതന പോലെയുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്റേൺഷിപ്പ് ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. കാരണം മിക്ക സ്ഥലത്തും നിങ്ങൾക്ക് എങ്ങനെ കേസ് എടുക്കലെന്ന് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എന്തായിരിക്കും? ഇൻസൈറ്റ് ഇല്ലാത്ത ഗ്രേഡ് 1 നിൽക്കുന്ന പേഷ്യൻസിനെ ആയിരിക്കും, സൈക്കോസിസ് ഉള്ളവരെ. നമ്മൾ സൈക്കോസിസ് ഉള്ളവരല്ലല്ലോ ഇവിടെ കാണാൻ പോകുന്നത്, ന്യൂറോസിസ് ഉള്ളവർ. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആരെയും ട്രീറ്റ് ചെയ്യാം? എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് ഹെൽപ്പ് വേണം എന്ന് സ്വയം തോന്നിയിട്ട് വരുന്ന ആളുകളെയാണ് നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യുക. ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ നമ്മൾ മൊത്തം കണ്ടിട്ടുണ്ടാവുക ആരാണ്? ഇൻസൈറ്റ് ഗ്രേഡ് 1 നിൽക്കുന്ന സൈക്കോസിസ് ഉള്ളവരെയാണ്, റിയാലിറ്റി കട്ടായവരെയാണ്.
അവരെല്ലാം നമ്മൾ ഈ ഒരു സെറ്റിങ്ങിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വ്യക്തമായിട്ട് അവരാരാണെന്നും അവരെന്താണെന്നും അവരുടെ റിയാലിറ്റി ഒക്കെ അറിയുന്ന ആളുകളെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ഈ കുട്ടീനോട് ചോദിച്ചു, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ പിന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, തെറാപ്പിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇയാൾക്കൊരു പേഷ്യന്റിനെ ഇയാൾക്ക് അയച്ചു തരാണ്, ഓർമ്മ കേട്ടിരിക്കും. ഓക്കെ, കേട്ടിരിക്കണം, അത് വലിയ പോയിന്റ് ആട്ടോ, നമ്മൾ കേട്ടിരിക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കേട്ടിരുന്നു. യെസ്, കേട്ടിരുന്നു. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യും? നിങ്ങളാണ് എന്ത് ചെയ്യും? പറ. കേട്ടിരുന്നു, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തു, കേസ് ഹിസ്റ്ററിയിലേക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തു. അതുവരെ ഓക്കെ. 500 1000 നമുക്ക് തന്നിട്ടാണ് വരുന്നത്. ബേസിക് പേയ്മെന്റ് ആണ്. പല ക്ലിനിക്സും അതിലധികം മേടിക്കുന്ന നമുക്കറിയാം, 2500 ഒക്കെ മേടിക്കുന്ന ക്ലിനിക്സ് ഉണ്ട്. ഓക്കെ, അത് വിട്. കേട്ടിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ആ കുട്ടീനോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആ കുട്ടിക്കും ഇതേപോലെ ഒരു പോസ് ആയിരുന്നു, സൈലൻസ് ആയിരുന്നു. യെസ് തസ്ലീമ, ഇഫ് തെറാപ്പി അറിയില്ലേ വി വിൽ കണക്ട് വിത്ത് അതേഴ്സ്. അത് എത്ര പോസിബിൾ ആയിരിക്കും? അതായത് അപ്പൊ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ആ റൂമിൽ അവരിയ്ക്കുമ്പോ എടുത്ത് ഫോൺ ചെയ്തിട്ട് ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ തന്നെ ഫോൺ അവരെ നമുക്ക് പറഞ്ഞയക്കണ്ടേ? എന്തും പറഞ്ഞ് നമ്മൾ പറഞ്ഞയക്കും. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം പറ്റില്ല. അതായത് നിങ്ങൾക്ക് അതിനുശേഷം വിളിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് സൂപ്പർവിഷനൊക്കെ എടുക്കാം. പക്ഷെ ഈ ഒരു പേഷ്യന്റ് നമുക്ക് ക്യാഷിൽ തന്ന് നമ്മൾ മുന്നിൽ ഇരുന്ന അയാളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അന്ന് അയാളെ പറഞ്ഞയക്കണ്ടേ? കേസ് കോൺസെപ്റ്റലൈസ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് സെഷനിൽ തന്നെ. അവർക്ക് എന്തുകൊണ്ടാണ് ഈ രോഗം അല്ലെങ്കിൽ പ്രശ്നം വന്നത്, എന്തുകൊണ്ട് ഇപ്പൊ ട്രിഗർ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാറാത്തത്, അവർക്ക് എന്ത് ആക്ഷൻ പ്ലാൻ ആണ് വരേണ്ടത്. യെസ്, ഹിബ, തെറാപ്പി പഠിച്ചിട്ട് മാത്രമേ കേസ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ തെറാപ്പി വേണ്ട കേസാണോ വേണ്ടാത്ത കേസാണോ എന്നുള്ളതും കൂടെ നമ്മളൊക്കെ അറിയണ്ടേ? എല്ലാ പേഷ്യൻസിനും നമ്മൾ കൊണ്ട് തെറാപ്പി കൊടുക്കൂല, എല്ലാ പേഷ്യൻസിനും നമ്മൾ കൊണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് കൊടുക്കൂല. ആർക്ക് തെറാപ്പി കൊടുക്കണം, ആർക്ക് തെറാപ്പി വേണ്ട എന്നിങ്ങനെ നമ്മൾ തിരിച്ചറിയും. ഈ MSc സൈക്കോളജി കഴിഞ്ഞവരാണ് എല്ലാവരും എന്നാണ് എന്റെ ധാരണ. എല്ലാവരും ഇന്റേൺഷിപ്പ് കഴിഞ്ഞവരല്ലേ? ആരെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യാത്തവരൊന്നും ഇല്ലല്ലോ? ഇന്റേൺഷിപ്പ് കഴിഞ്ഞവരാണ്. യെസ്, തസ്ലീമ പറയുന്നുണ്ട് ബിക്കോസ് തസ്ലീമ ഇവിടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോ പോയിട്ടേ ഉള്ളൂ. തസ്ലീമ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തസ്ലീമ എന്റെ കഴിഞ്ഞ ബാച്ചിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇവിടുന്ന് പോയ ആളാട്ടോ. ഡിഫറൻസ്. ആൻഡ് ഓൾസോ ഹുസ്നയും എന്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞതാണ്. ഹുസ്നയും എന്റെ സെക്കൻഡ് ഇന്റേൺഷിപ്പിൽ പങ്കെടുത്തുള്ള ആളാണ്. അന്ന് ഞാൻ പ്രാക്ടീസിംഗിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് വന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഇപ്പൊ അതിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം എനിക്ക് തന്നെ അറിയാം എന്റെ ഇന്റേൺഷിപ്പിലെ മാറ്റങ്ങൾ. കാരണം ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ചതും ഇപ്പൊ പഠിപ്പിക്കുന്നതും എത്രത്തോളം അപ്ഡേറ്റ്. ഇപ്പൊ ഹുസ്നയൊക്കെ എന്റെ സെക്കൻഡ് ബാച്ചിൽ വന്ന ആളാ. അന്ന് ഞാൻ കൊടുക്കുന്ന കണ്ടന്റും ഇന്ന് ഞാൻ കൊടുക്കുന്ന കണ്ടന്റും തമ്മിൽ 10 to 100 ഡിഫറൻസ് ഉണ്ടെന്ന് പറയും. ഇക്കൂട്ടത്തിൽ നമുക്ക് തസ്ലീമ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. എന്താണ് തസ്ലീമ പറഞ്ഞിട്ടുള്ളത്? ഡ്യൂറേഷൻ നോക്കും, ഡെയിലി ലൈഫിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട് നോക്കും, അവരുടെ പ്രീഡിസ്പോസിങ് ഫാക്ടർ നോക്കും, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ നോക്കും. അതായത് വരുന്ന എല്ലാവരും പിടിച്ച് നമ്മൾ തെറാപ്പി കൊടുക്കില്ല. ആരും തെറാപ്പി വേണം, ആരും അവർക്ക് ആശ്വാസം കൊടുക്കുന്നതാണ് കേസ് കോൺസെപ്റ്റലൈസേഷൻ. എന്തുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നം, എന്താണ് അവരുടെ പ്രശ്നം, എങ്ങനെയാണ് അത് ഇവർക്ക് വന്നത്, എന്തുകൊണ്ട് മാറുന്നില്ല, ഇനി അതിനെന്താണ് പരിഹാരം. ഇത് ഫസ്റ്റ് സെഷന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വരുന്ന ക്ലയൻസിന് കൊടുക്കണം.
അല്ലാത്ത പക്ഷം ഒരു ഫാമിലി കേസ് ആണ് വരുന്നെങ്കിൽ എന്താണ് ആ ഫാമിലി ഡിസ്ഫങ്ഷണൽ ആവാനുള്ള കാരണമെന്ന് ഫസ്റ്റ് സെഷനിൽ അല്ലെങ്കിൽ സെക്കൻഡ് സെഷനിൽ നമ്മൾ ആ രണ്ടുപേർക്കും ബോധ്യപ്പെടുത്തണം. എന്നിട്ട് നമ്മൾ റെമഡീസ് കൊടുക്കണം. അല്ലാത്ത പക്ഷം വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ തകർന്നു പോകുന്ന നിമിഷമാണ് ഒരു മാറ്റവും നമ്മൾ ചെയ്തിട്ട് വരുന്നില്ല. ആൻഡ് ഇത് നമ്മുടെ ക്ലയന്റ് നമ്മളോട് പറയുന്ന ഒരു നിമിഷമുണ്ട്, അതോടെ നമ്മൾ തീരും. പിന്നെ ഈ പണിയിലേക്ക് ഇരിക്കാൻ എനിക്ക് എന്താ അറിയാം, നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് ശരിക്കും 5 വർഷം നിങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ഈ ഡിഗ്രി നേടിയെടുക്കാൻ. യെസ്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ഇല്ലാതെ നോ റെമഡീസ് ആർ ആപ്ലിക്കബിൾ. ഐഡന്റിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, അത് പേഷ്യന്റിനോ അല്ലെങ്കിൽ ക്ലയന്റിനോ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തേ. ഇതിപ്പോ എന്റെ ഒരു കൺസൾട്ടേഷൻ ഡയറിയാണ്, എന്റെ കൺസൾട്ടേഷൻ സമയത്ത് ഞാൻ കുത്തിക്കുറിക്കുന്ന എന്റെ ഡയറിയാണ്. നിങ്ങൾക്ക് കാണാം, ഇത് ഇന്ന് ഞാൻ എഴുതിയിട്ടുള്ളതാണ്. ഇന്നിപ്പോ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിലുണ്ട്. ഇതിൽ ഞാൻ ആ പേഷ്യന്റ് സെഷൻ കഴിഞ്ഞ് ഫോളോ മുതൽ അയാളുടെ കേസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പറയുമ്പോൾ ഇത് 4ാമത്തെ സെഷനാണ്, ഫോളോ അപ്പ് ആണ്. ഔട്ട്കം ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്കുള്ള റിക്കവറി ആളുടെ മദർ വിളിച്ചെന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളോട് വരെയൊക്കെ ഞാൻ കുറെ കാലമായാലും നിങ്ങളെ അടുത്ത് വന്നിട്ട് കാശ് തരാൻ തുടങ്ങി, എനിക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുന്നിടത്ത് നമ്മൾ നമ്മുടെ കരിയർ പോലും നിർത്തും. 5 കൊല്ലം ചില്ലറ കഷ്ടപ്പാടാണോ നമ്മൾ പെട്ടത്? ആണോ? ഇന്റേണൽ, എക്സ്റ്റേണൽ, പ്രോജക്റ്റ്, വൈവ, ജേണല്, ചില്ലറ കഷ്ടപ്പാടാണോ നമ്മൾ പെട്ടത്? അതിന്റെ കൂടെ ഇന്റേൺഷിപ്പ്, പിന്നെ കുറെ കോളേജ് ലൈഫ്, കുത്തിത്തിരിപ്പ്, കുന്നായ്മ, എല്ലാ കാര്യവും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. 5 years, I know each and every one of you have put your maximum effort, suffered a lot, cried. And the moment everybody posted like me, graduated, I'm a consultant psychologist. I'm proud of you guys. കാരണം എനിക്കറിയാം ആ ഒരു ഫീല്. നിങ്ങൾ ഓരോരുത്തരും ആ ഒരു സ്റ്റാറ്റസ് ഇടുമ്പം ഞാൻ എന്റെ അഫയെ കാണുമായിരുന്നു അവിടെ. പക്ഷേ അതേ സമയം എനിക്ക് എന്റെ കുട്ടികളോട് പറയാനുള്ള കാര്യം, ഇത്ര ബ്യൂട്ടിഫുൾ പ്രൊഫഷനെ നിങ്ങള് വെറുക്കുന്ന രീതിയിലേക്ക് അപ്പൊ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ്, അത് ഞാൻ ഈ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ഈ വെബിനാർ ഒബ്ജക്റ്റീവ് പറയാണ്, നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങള് ഈ സെഷൻ എനിക്ക് 5:30 കഴിഞ്ഞ സെഷൻ, 6:30 ആകുമ്പോഴത്തേന് ആ സെഷൻ കഴിഞ്ഞു. 6:45 വരെ ഞാൻ അതിന്റെ കേസ് എഴുതി ഇരിക്കുകയായിരുന്നു. അപ്പൊ ചില റീലിലൊക്കെ നിങ്ങൾ കാണാറില്ലേ, ഒരു സൈക്കോളജിസ്റ്റ് വീട്ടിൽ പോകുമ്പോൾ കേസസ് കൊണ്ടുപോവോ ഇല്ല ഇവിടെ വെച്ചിട്ട് പോകും. ഞാനൊക്കെ കൊണ്ടുപോകാറുണ്ട്. എന്ന് പറയുന്നതിന് എന്താ, അതെന്തായിരിക്കും ആ ആൾക്ക് ഇത്ര ബുദ്ധിമുട്ട്, എന്തായിരിക്കും ആ ഒരു ഡിറ്റക്റ്റീവ് മെന്റാലിറ്റി? നമ്മളെ കുറെ ഹോണ്ട് ചെയ്യുന്നല്ല കേട്ടോ, ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ആ ഒരു എന്താ പറയാ ഡിസേർഷൻ അല്ലെങ്കിൽ ആ ഡിറ്റക്റ്റീവ് മെന്റാലിറ്റി നമുക്ക് വേണം. ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആ ഉത്തരം കണ്ടെത്താൻ നമ്മള്, കാരണം അത് അവർക്ക് നമ്മൾ കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ അതാണ് അവരുടെ പോയിന്റ്. ഞാനൊരു കേസ് പറയാം. എന്റെ അടുത്തൊരു കുട്ടി വന്നു, കുട്ടിയല്ല ഒരു ലേഡി വന്നു. ഷീസ് മാരീഡ് ഫോർ എ വൈൽ, 2 കുട്ടികളുണ്ട്. ഷി വാസ് ഹാവിങ് എൻ അഫെയർ, കല്യാണത്തിന് മുന്നേറ്റോ. ഭയങ്കര ഒരു 5-6 വർഷത്തോളമുള്ള പ്രണയമായിരുന്നു. ബട്ട് വീട്ടിൽ സമ്മതിച്ചില്ല, കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് അവര് പുത്തമണക്കാരാണ്, ഇവര് ഭയങ്കര തറവാട്ടാരാണ്, അവര് പുത്തമണക്കാരാണ്. അങ്ങനെ പുള്ളിക്കാരി വേറൊരാളെ അവസാനമൊക്കെ എത്തിയപ്പോഴേക്കും കുട്ടിയുടെ ബ്രദർ പറഞ്ഞല്ലോ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ലൈക്ക് വേറെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടോ വേറെ പിന്നെ അങ്ങനത്തെ ജാതി മതം ഒക്കെ സെയിം തന്നെയാണ്. അവസാനം ബ്രദർ പറഞ്ഞല്ലോ, 27, 25, 24 വയസ്സായിട്ട് ആള് കല്യാണം കഴിക്കാതെ. അപ്പൊ ബ്രദർ പറഞ്ഞു, നീ ഇറങ്ങി പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല. കാരണം ഇവരുടെ അത് ബ്രദറിന് ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ, ഇത് കണ്ടു നിൽക്കാൻ കഴിയാണ്ട്, ഇവള് കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ വീട്ടിലുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളെ കണ്ടു നിൽക്കാൻ കഴിയാണ്ട്. അപ്പൊ ഈ കാര്യം സംസാരിച്ചു, അവള് ലവറായിട്ട് സംസാരിച്ചു. അപ്പോ ലവർ പറഞ്ഞു, നീ ഇറങ്ങി, നിനക്ക് പറ്റുകയാണെങ്കിൽ നീ ഇറങ്ങി പോലും, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം. പക്ഷെ പുള്ളിക്കാരി പോയില്ല.
പുള്ളിക്കാരി വേറെ കല്യാണം കഴിച്ചു. കല്യാണത്തിനന്നൊക്കെ പുള്ളിക്കാരി ഭയങ്കര ഡൗൺ ആയിരുന്നു. ബട്ട് ഷി വാസ് ഹാവിങ് എ വെരി ഗുഡ് ഹസ്ബൻഡ്. നല്ല സ്നേഹത്തിലായിരുന്നു. 2 പിള്ളേരൊക്കെ ഉണ്ടായി. പക്ഷെ ഒരു 2-2.5 വർഷത്തോളമായി പുള്ളിക്കാരിക്ക് ഭയങ്കര പ്രശ്നം. അത് ഒരു കാര്യമായിട്ട് പറയുന്നത്, എക്സിന് ഒരു ദിവസം കണ്ടു. അപ്പം ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഭയങ്കര ആങ്കർ, ബാപ്പാനോട് ഭയങ്കര ദേഷ്യം, കുട്ടികളോട് ഭയങ്കര ദേഷ്യം, ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര പ്രശ്നങ്ങള്. അപ്പൊ അന്ന് ഒരു സെഷൻ, ഒരു 1-1.5 hours കഴിഞ്ഞ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്കിത് കോൺസെപ്റ്റലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് ചിലപ്പോൾ ഇയാൾ എക്സ് റിലേഷൻഷിപ്പിൽ നിന്ന് ഓക്കമായിട്ടുണ്ടാവില്ല. എടാ, എനിക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളാണ്. ഭയങ്കര ലെങ്തി ആയിട്ട് ആള് പറയുന്നത്. അത് ഭയങ്കര ഫീൽ ചെയ്ത്, അപ്പൊ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ഫീൽ ചെയ്ത് ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞ സാധനം ഞാൻ 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു വിഷ്വലൈസ് ചെയ്തിട്ട് പോലും പറഞ്ഞത്. അപ്പൊ ഓക്കെ, അടുത്ത സെഷൻ വെരി നെക്സ്റ്റ് ഡേ തന്നെ വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ തൽക്കാലം ഉറങ്ങാനുള്ള കുറച്ച് എക്സസൈസുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ മോണിറ്റർ ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. 2 days ആയിട്ട് നെക്സ്റ്റ് സെഷൻ വെക്കണം. ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ആലോചിക്കാം, എന്തുകൊണ്ടായിരിക്കും കുട്ടി ഇറങ്ങി പോവാതിരുന്നത്? അങ്ങനെ എഴുതുന്ന സമയത്ത് ആലോചിക്കാം, എന്തുകൊണ്ട് ഈ കുട്ടിക്കാർ 5 വർഷത്തോളമുള്ള പ്രണയ, എന്തുകൊണ്ട് ഈ കുട്ടി ഇറങ്ങിപ്പോയില്ല? എന്തുകൊണ്ടാണ് അവർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചു പോയിട്ടുള്ളത്? കാരണം ഇയാള് വേറെ കല്യാണത്തിന് സംബന്ധിച്ച് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, എന്റെ ഉള്ളിൽ തുടങ്ങി. അപ്പൊ ഞാനത് നോട്ട് ചെയ്തൊക്കെ വെച്ചു. അടുത്ത സെഷനിൽ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇയാൾ ഇറങ്ങി പോകാതിരുന്നത്? അപ്പൊ അയാള് പറഞ്ഞു ഇറങ്ങി വന്നോളൂ, പക്ഷെ എനിക്ക് ആ വീട്ടിൽ ആരെയും പരിചയമില്ല, ഒരാളെ പോലും പരിചയമില്ല എനിക്ക് ആ വീട്ടില്. പിന്നെ ഞാൻ എങ്ങനെയാ ഇറങ്ങി? അപ്പൊ ഞാൻ വെച്ചു, ഇത്രയും കാലയളവിൽ ഇയാൾ ആരെയും പരിചയപ്പെടുത്തി തന്നിട്ടില്ലേ? ഇല്ല. അപ്പൊ പറഞ്ഞു, ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇവളുടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ചു പോയിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പെണ്ണ് ചോദിച്ചു വന്നിട്ടും എന്തായിരുന്നു തന്റെ പാരന്റ്സ് കൊടുത്ത മറുപടി? അപ്പൊ പറഞ്ഞു, അവരൊന്നല്ല വന്നത്, അവരുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് വന്നിട്ട് ഇങ്ങനെ തരുമോന്ന് ചോദിച്ചാണ്. ഞാൻ ചോദിച്ചു, തനിക്ക് 2 പെൺകുട്ടികളല്ലേ, ആരെങ്കിലും വന്ന് തന്നോട് ചോദിക്കുകയാണ് തന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കും ഇന്ന ആൾക്ക് വെച്ച്, താൻ കൊടുക്കുമോ? ഇല്ല. ഇതന്നെയല്ലേ തന്റെ ഫാദറും ചെയ്തത്. കാരണം എന്ത് എഫേർട്ടാണ് തന്റെ ലവർ ഇതിലിട്ടത്? പുള്ളിക്കാരെ കുറെ നേരം ആലോചിച്ചു. ശരിയാണ്. ഞാൻ ചോദിച്ചു, താൻ എന്തുകൊണ്ട് പിന്നെ ഒരു കല്യാണത്തിലേക്ക് സമ്മതിച്ചു? അതെന്റെ വീട്ടുകാരുടെ നിർബന്ധം കാരണം ഇനി ഇത് നടക്കൂല എന്ന് തോന്നി. പക്ഷെ മാം, ഒരു സംഭവം കൂടി അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ കല്യാണത്തിന്റെ 2 ആഴ്ച മുന്നേ ആളുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ റിലേഷൻഷിപ്പില് എന്ത് എഫേർട്ടാണ് ഇട്ടിട്ടുള്ളത്? ചോദിച്ചു, താൻ പറ, എന്ത് എഫേർട്ടാണ് തന്റെ ലവർ ഇട്ടിട്ടുള്ളത്? ശരിയാണല്ലേ മാം, ഞാനല്ലല്ലേ തെറ്റുകാരി, ഞാൻ ഇറങ്ങി പോവായിട്ടല്ലേ എഫേർട്ട്? ഞാൻ പറഞ്ഞു, തീർച്ചയായും. കാരണം ഇപ്പൊ എനിക്കൊരു മകളുണ്ട്, അവൾ ഒരാളായിട്ട് പ്രണയത്തിലാണ്. അയാള് വന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ പിന്നെയും കാര്യമുണ്ട്. അയാള് വന്നിട്ടില്ല, അയാൾ ആരോ വിട്ടതാണ്. പിന്നെ വേണമെങ്കിൽ നീ ഇറങ്ങിപ്പോലും ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോഴും അവിടെ നീ വാ, നീ എനിക്ക് എന്റെ കൂടെ ജീവിക്കണം എന്നൊരു ഉറപ്പോ അത്ര സ്ട്രോങ് ആയിട്ടുള്ള കോളോ ആളുടെ ഭാഗത്ത് വന്നിട്ടില്ല. പിന്നെ താൻ എങ്ങനെ ഇറങ്ങി പോവായിരുന്നു? പിന്നെ എന്തുകൊണ്ടാ മാം അയാളെ കണ്ടപ്പം എനിക്ക് ഇങ്ങനെ പ്രശ്നമാണ്? എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യനോ ചോദിക്കാട്ടോ എന്നോട്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയാതിരുന്ന എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈൽഡ് ഗസ്. ഇത് ഇവിടെ തെറ്റിപ്പോട്ടോ, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പറയാം. ലോ സെൽഫ് എസ്റ്റീം, ഓക്കെ. ഗിൽട്ട് ഉണ്ട്. പക്ഷെ എന്തായിരിക്കാം ഇപ്പം 2-2.5 വർഷമായിട്ട് ട്രിഗർ ചെയ്യാനുള്ള കാരണം? റിഗ്രറ്റ് ഒക്കെ വന്നു, എന്തുകൊണ്ടായിരിക്കാം? ഞാൻ പറയട്ടെ, നിങ്ങൾ ഇവൾക്കൊരു ഹസ്ബൻഡുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഈ ഹസ്ബൻഡ് എവിടെ നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. ഈ ഹസ്ബൻഡ് 3 വർഷമായിട്ട് പുറത്താണ്. ആൾക്ക്
നാട്ടിലേക്ക് വരാനേ പറ്റുന്നില്ല. Here the lady is having sexual frustration, lack of care, emotional negligence. ഇതൊക്കെ ആയിരുന്നു പുള്ളിക്കാരിയുടെ പ്രശ്നം. അതായത് 3 വർഷമായിട്ട് ആള് നാട്ടിൽ വരുന്നില്ല. അതേസമയം അയാൾ പോയി 1 വർഷം കഴിയുമ്പോഴേക്കും ഇവളുടെ എക്സിനെ കാണാണ് നാട്ടില്. അയാൾ നാട്ടിൽ വരുന്നുണ്ട്, അയാളുടെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നുണ്ട്. എനിക്കിത് കിട്ടുന്നില്ല. ഇതെന്താണ് എത്ര കോൺഫിഡന്റിൽ പറയുന്നത്? ഈ കേസ് ഞാൻ വളരെ വിജയകരമായിട്ട് ട്രീറ്റ് ചെയ്തു, മാറ്റി. ആളിപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ഞാൻ ആളുടെ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്തു. ആളോട് ഒന്നെങ്കിൽ വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു, അല്ലെങ്കിൽ നാട്ടിലോട്ട് വരാൻ പറഞ്ഞു. ആള് നാട്ടിലോട്ട് വന്നു, കുറച്ചു കാലം നിന്നു, ഭാര്യനെയും മക്കളെയും കൊണ്ടുപോയി. ഇപ്പോഴും എന്നോട് കണക്റ്റഡ് ആണ്. ആ പ്രശ്നം അവിടെ സോൾവ് ആവില്ല. ഇങ്ങനെ നമ്മള് എന്താ പറയാ, എലിസിറ്റ് ചെയ്തെടുക്കുക എന്നറിയില്ലേ, അതുപോലെ നമ്മൾ പോണം. എന്താണ് യഥാർത്ഥ പ്രശ്നങ്ങൾക്കുള്ളത് അല്ലേ? ഇനി നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സിനിമയിലെ കഥ ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ മണിച്ചിത്രത്താഴ് സിനിമയില് DID എന്നൊരു രോഗം നമ്മുടെ ഗംഗയ്ക്ക് ഉണ്ട്. യെസ്, മുർഷിദ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ഒക്കെ ഹസ്ബൻഡ് ആയിട്ട് ഷെയർ ചെയ്തോ എന്ന് ചോദിക്കുന്ന സമയത്ത് കോൺഫിഡൻഷ്യാലിറ്റി മാറ്റേഴ്സ്, ഈ കാര്യങ്ങളൊന്നും വളരെ വിശദമായിട്ട് പറഞ്ഞു അറിയാട്ടോ. ആളോട് കുട്ടി ഇതൊക്കെ സംസാരിച്ചു, പക്ഷെ ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ആൾക്ക് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, 3 വർഷമായാലും നിങ്ങളുടെ പിരിഞ്ഞു നിൽക്കുന്നത്. അതാണ് ആളുടെ ആങ്കർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇയാളുടെ ഒരു കെയറും നർച്ചറൻസും ഒക്കെ വൈഫിന് ആവശ്യമുള്ള ഒരു സമയമാണ്. ഇത് തുടർന്നോട്ട് പോയാൽ ആൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെഷനിൽ ഇരുന്ന് പറഞ്ഞു. മാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഒക്കെയും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഓക്കെ ആയി. ഇതേപോലെ ഒരു സെയിം കേസും ചോദിച്ച സമയത്താണ് ഇതുപോലെ ഹസ്ബൻഡോട് ഞാൻ സംസാരിച്ചത്. ഹസ്ബൻഡ് മോള് ഒരുമിച്ചായിരുന്നു കിടക്കാറ്, വൈഫ് വേറെ. അപ്പം സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടോ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ട്. അതായത് മോളില്ലാത്ത സമയം, മോള് സ്വന്തം വീട്ടിലൊക്കെ പോയിട്ടുള്ള സമയം. അപ്പം ഞാൻ കേസ് എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഈ സ്ത്രീ എന്ന് പറയുന്നത് അച്ഛൻ ആദ്യം നഷ്ടപ്പെട്ട ഒരാളായിരുന്നു, അമ്മയും 2 പെൺകുട്ടികളായിരുന്നു. അപ്പൊ ഈ എന്റെ ക്ലയന്റിന്റെ അനിയത്തിയായിരുന്നു. അപ്പൊ അനിയത്തിയും അമ്മയുമായിരുന്നു ഒരുമിച്ച് കിടക്കാറുള്ളത്. ഈ എന്റെ ക്ലയന്റ് മൂത്ത കുട്ടിയെ വളരെ ഒരു 6-7 വയസ്സായിരുന്നു. ഒറ്റയ്ക്ക് ഒരു റൂമിലും അമ്മയും അനിയത്തിയും വേറെ റൂമിലായിരുന്നു. അപ്പൊ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം, കെയർ വേണം, നർച്ചറൻസ് വേണം എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇയാൾക്ക് ഈ ഹസ്ബൻഡ് ആണെങ്കിൽ ഈ മോളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട്, മോനെ ഭയങ്കര. ഹസ്ബൻഡ് മോളുടെ കൂടെ എപ്പോഴും കിടക്കാം. ചോദിച്ചാൽ പറയില്ല, അവളൊരു പ്രായം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ പോലെ പിന്നെ എനിക്ക് അവളുടെ കൂടെ കിടക്കാൻ പറ്റില്ല. പിന്നെ 3 കൂടി കിടക്കാനുള്ള സ്പേസ് ആ റൂമിൽ ഉണ്ടായിരുന്നില്ല. ഈ പുള്ളിക്കാരിക്ക് വന്നത് ഓർഡർലിനെസ് ഇല്ലാത്തൊരവസ്ഥ, ഒരു കാര്യത്തിൽ അടുക്കും ചിട്ടയില്ല, ഡെയിലി ലേറ്റ് ആയിട്ട് പോവാ. ഫുൾ ആ വീട് എന്ന് പറയുന്നത് അവർ ആഗ്രഹിച്ച് കെട്ടിയ വീടാണ്. മാം എന്റെ വീട്ടിൽ മാം വന്നു നോക്കിയാൽ മാം അവിടുത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കില്ല എന്നാ പറഞ്ഞത്. അത്രയും വൃത്തികേടാണ്. ഷീസ് എ ഗവൺമെന്റ് എംപ്ലോയി കേട്ടോ, ബട്ട് എല്ലാം ചെയ്തതാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ കേസ് എടുത്ത് പോയ സമയത്ത് മനസ്സിലായത് ഷീ ഈസ് ക്രേവിംഗ് ഫോർ ദാറ്റ് നർച്ചർ. എനിക്ക് മാം സെക്സ് ഒന്നും വേണമെന്ന് ഹഗ് ചെയ്ത് കിടന്നാൽ മതി, എനിക്കത് കിട്ടുന്നില്ല. ഹസ്ബൻഡോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യത്തെ ദിവസം ഞാൻ കൊടുത്തിട്ടുള്ള ഗോൾ, ആ വീക്കിൽ കൊടുത്തിട്ടുള്ള ഗോള്, നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമും ആ കുട്ടിക്കുള്ള ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെ വൃത്തിയാക്കിയിട്ട് മോളെ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി ഇവരെ കംപ്ലീറ്റ്ലി വൃത്തിയാക്കി സ്റ്റെപ്പ് ആയിട്ട് പിന്നെ അവരെ ഗോളൊക്കെ സെറ്റ് ചെയ്തു, മാറ്റി കുട്ടീനെ മാറ്റി കിടത്തി കുട്ടീനെ കൊണ്ട് അച്ഛനോട് സംസാരിപ്പിച്ചു. കുട്ടിക്ക് പെട്ടെന്ന് ഇത്രയും കാലം അച്ഛനും കൂടെ കിടന്ന ഒരാൾക്ക് പെട്ടെന്ന് അച്ഛനായിട്ട് ഭയങ്കര ക്ലോസ് ആണ്, കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടിക്കുള്ള റൂമൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ടാണ് മാറ്റി കിടത്തിയത്. അങ്ങനെ ഇവർ ഒരുമിച്ച് ആവാൻ തുടങ്ങി. നൗ ഷി ഗേവ് ബർത്ത് ടു അനദർ ചൈൽഡ്. 13 വർഷത്തിന് ശേഷം 2ാമതൊരു കുട്ടി ഉണ്ടായി. വെരി ഹാപ്പിയിലാണ് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എവിടെ. അന്ന് ഹസ്ബൻഡോട് ഞാൻ സംസാരിച്ച കാര്യങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ടാ പ്രശ്നം എന്ന് പറയും, ഈ ചെറുപ്പം മുതൽ ക്രേവിംഗ് ആണ്. അപ്പൊ ഹസ്ബൻഡ് അടുത്തൊന്നും കൂടെ കിട്ടാതാവും. അപ്പൊ നിങ്ങൾ ആ ഗംഗയുടെ കഥ എടുത്താൽ മതി, നമ്മള് മണിച്ചിത്രത്താഴില് അല്ലേ. ഗംഗ
ചെറുപ്പത്തിലെ പാരന്റ്സ് നെഗ്ലക്ട് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നോക്കുകയാണെങ്കിൽ അവരെ ജോലിക്ക് പോയതാ, പക്ഷെ കുഞ്ഞു കഴിഞ്ഞ ആ ഒരു ക്രേവിംഗ് ആയിരുന്നു പാരന്റ്സിന്റെ അറ്റൻഷൻ, അല്ലെങ്കിൽ സ്നേഹം കിട്ടാൻ, അല്ലെങ്കിൽ അവരുടെ പ്രസൻസ്. അതോ പറ്റിയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞു നോക്കിക്ക് നക്കുലൻ ഒരു ഗുഡ് ഹസ്ബൻഡ് ആണോ നമ്മളൊക്കെ പറയും. സുരേഷ് ഗോപിയുടെ കഥാപാത്രം വളരെ ഡീസന്റ് ആണ്, പക്ഷെ അതൊരു ഗുഡ് ഹസ്ബൻഡ് ആണോ? ആണോ? പറഞ്ഞേ. മണിച്ചിത്രത്തായ് സിനിമയിലെ നക്കുലൻ എന്ന കഥാപാത്രം ഒരു ഗുഡ് ഹസ്ബൻഡ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല. എന്തുകൊണ്ടാണ്? ഒരു റൊമാൻസോ ഒരു ഇന്റിമസിയോ നക്കുലനും ഗംഗയും തമ്മിൽ അത്രോട്ട് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ചെറുപ്പത്തിലെ ഈ ഒരു കെയർ നാച്ചുറൽസ് പിന്നെ ഒക്കെ ആഗ്രഹിച്ച ഗംഗ ഇമോഷണലി കോൾഡ് ആയിട്ടുള്ള നക്കുലിനെയാണ് കല്യാണം കഴിക്കുന്നത്. അവിടെയാണ് DID രൂപപ്പെടുന്നത്. അങ്ങനെ ആ നകുലനാണ് യെസ് ജോലി ഉണ്ട് കിടന്നോളൂ എന്ന് നകുലനോട് രാത്രി പറയുന്നുണ്ട്. ഈ ഹിബ ഏതാണ്? എന്റെ ഹിബ റിയാസ് അല്ലേ? നമ്മുടെ ഹിബയല്ലേ? ഐ മീൻ കണ്ടതാ, കണ്ടോ എന്റെ പിള്ളേര് പറയുന്നത് കേട്ടോ നിങ്ങള്? ഞാനിതൊക്കെ ഇവിടെ പഠിപ്പിക്കാറുണ്ട് കേട്ടോ. ഞാനതാ നോക്കുന്നത്, ഇത് ഇവിടുന്ന് കിട്ടി. യെസ്. അപ്പൊ നകുലൻ വരുമ്പോ പറഞ്ഞു നിങ്ങളെ ഭാര്യയ്ക്ക് ഞാൻ കേസ് കോൺസെപ്റ്റലൈസ് ചെയ്തു, നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രശ്നം വരാനുള്ള കാരണം ഗംഗ എന്ന വ്യക്തിക്ക് വേണ്ട ഒരു ഹസ്ബൻഡ് ആവാൻ താങ്കൾക്ക് പറ്റുന്നില്ല. ഇമോഷണലി കണക്റ്റഡ് അല്ല നിങ്ങൾ. ഗംഗ കെയറും സ്നേഹവും അറ്റൻഷനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും വിചാരിക്കുന്ന നകുലൻ ഒരു ഡീസന്റ് ഹസ്ബൻഡ് ആണല്ലോ. പിന്നെ വെക്കുന്ന ഇപ്പം നോർമൽ കേസിൽ വരുമ്പോ ആരും ചിന്തിക്കൂല. അപ്പൊ ഞാൻ ഇന്നത്തെ ഇന്റേൺഷിപ്പിന്റെ സ്റ്റുഡൻസിനോട് ഞാൻ ചോദിച്ചു എന്താണ്, അപ്പൊ അവരൊക്കെ പറഞ്ഞത് ആ വീട്ടിൽ പോയതിനെ കൊണ്ടല്ലേ, ആ കഥ കേട്ടതിനെ കൊണ്ടല്ലേ. അല്ല, അതൊന്നും അല്ല. മധു കുട്ടമാർ സോങ്ങിൽ എൻറ്റയർലി ആ കഥകളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവായിട്ടാ. കാരണം ഗംഗ പ്രസവിക്കുന്നില്ല, ഗംഗ പ്രഗ്നന്റ് ആവുന്നില്ല, ഇമോഷണലി കോൾഡ് ആണ്. നല്ല ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഡീസന്റ് ആയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു, നമ്മളെ ചീത്ത വിളിക്കുന്നില്ല, ഉപദ്രവിക്കുന്നില്ല. ഇത് മാത്രമല്ല ഒരു നല്ല ഹസ്ബൻഡിന്റെ ക്വാളിറ്റി. നമുക്ക് വേണ്ടത് തരണം. ഹസ്ബൻഡ് മാത്രമല്ല, വൈഫിന്റെയും ഇമോഷണൽ കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, മ്യൂച്വൽ റെസ്പെക്ട് ഒക്കെ വളരെ അത്യാവശ്യമാണ്. അത് കിട്ടാതാവുമ്പോൾ ഗംഗയിലേക്ക് സൈക്കോസിസ് ആണ് വരുന്നത്. ബിക്കോസ് ഗംഗ ഇസ് ഓൾറെഡി വൾണറബിൾ അല്ലെ, ഒരു സൈക്കോട്ടിക് എപ്പിസോഡ് ഉണ്ടായിട്ടുള്ള ആളാണ്. സോ ഇങ്ങനെ കേസ് കോൺസെപ്റ്റലൈസ് ചെയ്ത് കൊടുക്കാൻ ഒരു ഫസ്റ്റ് സെഷനിലെങ്കിലും നമുക്ക് പറ്റണം, അല്ലെങ്കിൽ സെക്കൻഡ് സെഷൻ ആകുമ്പോഴേക്കും പറ്റണം. എന്നിട്ട് ആക്ഷൻ പ്ലാൻ എന്താണ് ഇവർക്ക് ഫർദർ ആയിട്ട് ചെയ്യേണ്ടത്, വെദർ ഇറ്റ് ഇസ് തെറാപ്പി ഓർ ലൈഫ് സ്കിൽ ആണോ, ഗൈഡൻസ് ആണോ, എന്തായാലും. ഇപ്പം LLB കഴിഞ്ഞ് ഇറങ്ങുന്നവരൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? അവരെന്താ ചെയ്യാ? അവര് പോയിട്ട് ഒരു സീനിയർ ആയിട്ടുള്ള ആളെടുത്ത് നിന്നിട്ട് പണി പഠിക്കും. അവിടെ നിങ്ങൾ സാലറി ശരിക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവാൻ നിങ്ങൾ ക്രേവ് ചെയ്ത് നിൽക്കും. അതിന് ഞാൻ കുറച്ച് കാണല്ല കേട്ടോ മക്കളെ. ബട്ട് ഇപ്പൊ നിങ്ങൾ അതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സമയം എത്തുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ പഠിപ്പിക്കാൻ പോവാന്നൊരു സംഭവം ഉണ്ട്, നെറ്റൊക്കെ എഴുതി, നല്ല തന്നെയാണ്. അവിടെയും നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്തിട്ട് പോണം. കാരണം കൗൺസിലിംഗ് എന്നൊരു പേപ്പർ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒട്ടും അറിയാണ്ട് നിങ്ങൾ ആ പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് സൈക്കോളജിയിലുള്ളത് ഗവൺമെന്റ് സീറ്റ്സ് വളരെ കുറവാണ്, സെൽഫ് ഫിനാൻസിലാണ്. ഇപ്പോഴും 10 to 20 ഇടയിൽ നിൽക്കുകയാണ് നമ്മുടെ ശമ്പളം. മക്കളെ ഭയങ്കര സ്കോപ്പാണ് നമ്മുടെ ജോലിക്ക് ഇപ്പം, ഭയങ്കര സ്കോപ്പാണ്. കാരണം ആളുകൾ അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ ഞാൻ 2 കേസേ കാണാറുള്ളൂ, ചിലപ്പം 4 കേസ് ഒക്കെ എടുത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പറ്റാനിട്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ പലരും എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ തന്നെ കാണാറുള്ള ഉള്ളതാണ്. അങ്ങനെ സ്കോപ്പുള്ള ഒരു ഫീൽഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പഠിപ്പിക്കാൻ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ 10 മുതൽ 20 വരെയാണ് ശമ്പളമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, ശനിയും ഞായറും പ്രാക്ടീസ് ചെയ്യാം. ഇനിയിപ്പോ LD കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം, റെമഡിയൽ ആയിട്ട് വർക്ക് ചെയ്യാം, എക്സ്ട്രാ ആയിട്ട്. കാരണം ഫീൽഡ് ഔട്ട് ആയി പോവില്ല. നമുക്കറിയാം നമ്മുടെ ലിമിറ്റേഷൻസ് അല്ലെ. ഇപ്പൊ ഒരു സർജൻ ആവാൻ
പോകുന്ന ഒരു MBBS വിദ്യാർത്ഥിക്ക് സർജറി പഠിപ്പിച്ചു കൊടുക്കുക, സർജറി ചെയ്യുന്ന ഒരാളാണ്. നേരെ മറിച്ച് നമുക്ക് ഈ തെറാപ്പി അറിയാത്ത അല്ലെങ്കിൽ ഇന്നേ വരെ കൗൺസിലിംഗ് ചെയ്യാത്ത ഒരാളാണ് പഠിപ്പിക്കുന്നതിന്റെ ലിമിറ്റേഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇനി അതേ ലിമിറ്റേഷൻസ് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സെറ്റിങ്സ്, നിങ്ങൾക്ക് 3-4 കുട്ടികൾ, ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയാം, നിങ്ങൾ ഒരു ഫിസിക്കൽ സെറ്റിങ്സിൽ കൗൺസിലിംഗ് കൊടുക്കാതെ ഓൺലൈനിലേക്ക് പോവരുത്. നിങ്ങൾ ഭയങ്കര ബയാസ്റ്റാണ്. അത് ഒരു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് ഫിസിക്കൽ സെറ്റിങ്ങിൽ, അതായത് നിങ്ങൾ ആദ്യം ഫിസിക്കലി എടുക്കണം, ഓഫ്ലൈൻ കേസസ് എടുത്ത ശേഷം മാത്രം ഓൺലൈൻ. കാരണം നമുക്കിത് എക്സ്പീരിയൻസ് വരാനുണ്ട് പേഷ്യൻസിനെ കണ്ടിട്ട്. ഒരു പാനിക് അറ്റാക്ക്, നമ്മളെ റൂമിൽ നിന്ന് പാനിക് അറ്റാക്ക് വരാണ്, എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ റിലാക്സേഷൻ കിട്ടാത്ത ഒരാളെ നമ്മൾ അന്ന് വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആളെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അയാളുടെ ഫാമിലിയിൽ എങ്ങനെയൊക്കെയാണ് അവർ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ജോലിയിൽ ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ഈ 5 വർഷം പഠിച്ചത് വെറും 15,000 പഠിപ്പിക്കാനാണോ ചോദിക്കുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ മേലെ നിങ്ങൾ കൊണ്ട് തീർക്കുന്ന അവസ്ഥ വരും. ഇന്റേണൽ ആയിക്കോട്ടെ, എക്സ്റ്റേണൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, നിങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കും. ഒരു പരിധി കഴിഞ്ഞ് ആദ്യം ഇപ്പൊ നിങ്ങൾ ഇറങ്ങി ഉടനെ ഒരു 15,000 കിട്ടാന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബട്ട് പോകെ പോകെ വർക്ക് ലോഡ് കൂടുക. എന്നോട് പണ്ട് ഒരു സൈക്കോളജി ടീച്ചർ പിച്ചക്കാശും HOD ആയിരുന്നു കേട്ടോ, പിച്ചക്കാശും പട്ടിപ്പണിയും രാജ പദവിയും എന്നാ പറഞ്ഞത്. സത്യസന്ധമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ ടീച്ചേഴ്സ് നല്ല പണിയാണ്. ഈ ഒരു 15,000 to 17, 20 ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ PhD എടുത്ത് വന്നാലും ഇതൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ 25. പിന്നെ ഒരേ സ്ട്രെച്ചിൽ ഇപ്പൊ PhD ഒക്കെ എടുക്കാൻ പോകുന്നതോട് ഞാൻ പറയും, ടേക്ക് എ ഗ്യാപ്പ്, find your area of specialization, do some practices, then go for a PhD. റിസർച്ച് ആണ്, ഡോക്ടറേറ്റ് ആണ്. ഇത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ പണി വേണമെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ ചുവടുറപ്പിക്കാം. അല്ലാണ്ട് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് പോയിട്ട് ഇപ്പം ഐ എം പ്ലാനിങ് ഫോർ PhD ബട്ട് നോട്ട് നൗ. കാരണം എനിക്ക് ഈ ഫീൽഡിൽ ഇനിയിപ്പോ PhD കഴിഞ്ഞ് വന്നാൽ എനിക്ക് വർക്ക് ചെയ്യണം. അപ്പം ഓരോ സമയത്തും PhD ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി വർക്കിംഗ്. എന്തിനാ വിട്ടു പോകരുത്. ഞാനിനി ഈ ഒരു സെറ്റിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആസ് യു ഓൾ നോ, I have another institution, Psychester, which is very successfully running. ഞാൻ സൈക്കോളജി വിദ്യാർത്ഥികൾ, ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് ഫിനാൻഷ്യലി അതിൽ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് തോന്നാം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ എന്തിനാ വീണ്ടും ഈ ഡെയിലി 2 കൺസൾട്ടേഷൻ എടുക്കുന്നതെന്ന്. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. അല്ലാണ്ട് പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എന്റെ ആഗ്രഹം എനിക്കൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആവണം എന്നായിരുന്നു. എനിക്ക് ഹീൽ ചെയ്യണം ആളുകളിലെ, അല്ലെങ്കിൽ ഈ ഇപ്പൊ കൗൺസിലിംഗ് പഠിപ്പിക്കുമ്പോൾ എനിക്ക് അതിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ടൺസ് ഓഫ് എന്റെ അടുത്ത് ഇന്റേൺഷിപ്പിന് വന്നവർക്ക് അറിയാം. ഈ റീസെന്റ് കാലത്തൊക്കെ ഇന്റേൺഷിപ്പ് തസ്ലീമ ആയിക്കോട്ടെ, ഹിബി ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല, കൊടുത്തില്ല. റീസെന്റ് കാലത്ത് ഞാൻ എന്തോരം കേസസ് ആണ് ഡിസ്കസ് ചെയ്യാറുള്ളത് എന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികളെ കൊണ്ട് നമ്മൾ കേസ് സ്വയം അവരെ കൊണ്ട് പിന്നെ ജേർണലിനൊക്കെ ചെയ്യിപ്പിച്ച് കോൺസെപ്ച്വലൈസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് വിടുന്നത്. അപ്പൊ ഈ ഒരു വർഷം മുതൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വിത്ത് സൂപ്പർവിഷൻ കൊടുക്കാനാണ്. ആദ്യം നിങ്ങളൊരു പ്രോപ്പർ ഗൈഡൻസ് എടുക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു തെറാപ്പിയിലെങ്കിലും നിങ്ങൾ എക്സ്പെർട്ടൈസ് ആവുക. കാരണം ഞാൻ ഈ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടായിട്ടില്ല. എന്താണ്, ഒരു പേഷ്യന്റ് വന്നു, അയാൾ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കേട്ടു, അയാളെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, വാട്ട് നെക്സ്റ്റ്? ആ പേഷ്യന്റ് നമ്മൾക്ക് തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ് എന്നറിയാതെ ഈ പണിക്ക് നമ്മൾ ഇറങ്ങാൻ നിൽക്കരുത്. അതിന്റെ വലിയൊരു അപേക്ഷയാണ്. കാരണം നിങ്ങൾ ഈ ജോലി മടുക്കും, കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്താവും? നിങ്ങൾ എന്തായിട്ട് മാറും? അൺഎംപ്ലോയിഡ് ആയിട്ട് മാറും. പിന്നെ നിങ്ങൾ നിർബന്ധിതരാകും ഈ പഠിപ്പിക്കാനൊക്കെ പോവാന്. അപ്പം ലൈസൻസ് ഒന്നും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ലൈസൻസ് എടുക്കണം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3-4 പേർക്ക് തമ്മിൽ തുടങ്ങാം. പക്ഷെ തുടങ്ങുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ്. ഇപ്പൊ നമ്മളിപ്പം ഒരു സൂപ്പർവിഷൻ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. 3 months സൂപ്പർവിഷൻ പ്രോഗ്രാം, 6 months ആണ് നമ്മൾ സൂപ്പർവിഷൻ കൊടുക്കുക. 3 months നമ്മൾ ട്രെയിനിങ് കൊടുക്കും, 6 months സൂപ്പർവിഷൻ ആണ് കൊടുക്കുന്നത്. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആട്ടോ. നമ്മൾ നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ പെർഫോമൻസും അനുസരിച്ചിട്ടാണ്. അതില് അവരിപ്പം വരുന്ന കേസസ്, അവർക്ക് ഉണ്ടാവുന്ന ഡൗട്ട്സും, അത് ഫസ്റ്റ് ഇപ്പം ചില എന്റെ സ്റ്റുഡൻസ്
വിളിച്ച് ചോദിക്കാറുണ്ട്, മാം ഇതെങ്ങനെയാണ് കോൺസെപ്റ്റലൈസ്, ഞാൻ ചെയ്ത കോൺസെപ്റ്റലൈസേഷൻ ശരിയാണോ? അപ്പൊ ചിലത് ഞാൻ തിരുത്തി കൊടുക്കാറുണ്ട്. അപ്പൊ ഈ അടുത്ത് വെച്ചപ്പോ ഞാൻ പറഞ്ഞു അതല്ല വേണ്ടത്, ഇതാണ് വേണ്ടത്, ഇതിൽ ഇങ്ങനെ ഒരു വശം ഉണ്ടായിരുന്നില്ലേ, ഇതെനിക്ക് പെട്ടെന്ന് കിട്ടിയതല്ല, ത്രൂ എക്സ്പീരിയൻസ്. നിങ്ങളെ ധൈര്യം, ഒരു ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കേസ് എടുക്കാനുള്ള ധൈര്യം കാണിക്കണം. ആ ധൈര്യം കാണിക്കാത്തതിനുള്ള മെയിൻ കാരണം നിങ്ങൾക്ക് സൂപ്പർവിഷൻ ഇല്ലാത്തതാണ്. അതെനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളത് സൂപ്പർവിഷൻ എടുക്കണം. ചാടി കയറി ജോലി തപ്പിപ്പോയിട്ട് നമ്മൾ എന്താവരുത്, ബുദ്ധിമുട്ടില് ആവരുത്. അപ്പൊ ഒരു തെറാപ്പിയിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കാം, സ്പെഷ്യലൈസ് ചെയ്യാൻ. ഓക്കെ, എന്നോട് ചോദിക്കാം, ഞാൻ CBT പ്രാക്ടീഷണർ ആയതിനെ കൊണ്ട് നിങ്ങൾ CBT ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഏറ്റവും വർക്ക്ഔട്ട് ആവുന്ന ഒരു സംഭവം CBT തന്നെയാണ്. അതെനിക്കറിയാം, ഞാൻ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതിനെ കൊണ്ട് പറയാണ്. നിങ്ങൾക്ക് അന്വേഷിക്കാം, എത്ര ഇന്റേൺഷിപ്പ് ഒക്കെ വന്ന കുട്ടികളോട് അന്വേഷിക്കാം, എത്ര കേസ്, എത്ര തിരക്ക്. ഞാനിപ്പോ ഈ ഒരു സമയം വരെ എത്ര തിരക്കുള്ള ദിവസമാണെങ്കിൽ എനിക്ക് രണ്ട് കേസ് എന്തായാലും ഉണ്ടാവും. അത് 3, 4 ഒക്കെ ആയി മാറുന്നത് ഈ CBT ടെക്നിക്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഈ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊന്നും പരീക്ഷിക്കാതിരിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള തിയറട്ടിക്കൽ ബേസിലുള്ള തെറാപ്പീസ് തന്നെ പഠിക്കുക, അതിന് കൃത്യമായിട്ടും ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു ഏരിയ ഫിക്സ് ചെയ്യാതെ. നിങ്ങൾ കോർപ്പറേറ്റ് ഫീൽഡിലുള്ള ഹൈ ക്ലാസ് പ്രൊഫഷണൽസിലേക്കാണോ പോകുന്നത്, അതോ സാധാരണക്കാർക്കാണോ? അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണക്കാരിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഹൈ ക്ലാസ് പ്രൊഫഷണൽസിനൊന്നും അങ്ങനെയാണ് വരുന്നില്ല എന്നല്ല, പക്ഷെ എനിക്ക് സാധാരണക്കാരിലേക്കും കൂടെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. കാരണം കേസ് കണ്ട് എക്സ്പീരിയൻസ് ആയതാണ്. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള സാധാരണക്കാരിലുള്ള കേസുകളാണ്. അപ്പോ നിങ്ങളുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് നിങ്ങൾ ഫിക്സ് ചെയ്യുക, കേസുകൾ കാണും. അപ്പൊ കേസുകൾ കാണുമെങ്കിൽ എന്ത് വേണം, ആ ഒരു കോൺഫിഡൻസ്. അതെ, ഒരു കേസ് വന്നെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ അറിയാം, അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് കോൺസെപ്റ്റലൈസ് ചെയ്യാൻ അറിയാം. ഇപ്പം നമ്മളിപ്പോ നമ്മുടെ പുതിയ CBT ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ വർക്ക്ഷീറ്റ് വരെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഓരോ രോഗത്തിന്റെയും. കഴിഞ്ഞ CBT വരെ ഞാൻ ജസ്റ്റ് ജൂഡി ബെക്കിന്റെ പുസ്തകമൊക്കെ വെച്ച് പഠിപ്പിച്ചെടുത്താണെങ്കിൽ ഈ ഒരു CBT മുതൽ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ അറിയാം. ഇവിടെ ഇറങ്ങുന്ന കുട്ടികൾക്ക് ഒരുപാട് കേസ് ഇപ്പൊ ആൻസൈറ്റി ആണ് വരുന്നെങ്കിൽ അവർക്ക് എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം, ആൻസൈറ്റിക്ക് എങ്ങനെ കൊടുക്കണം, ഈവൻ ട്രോമ ബോണ്ടിങ്. ഇപ്പം ഞാൻ ആൻസൈറ്റി ഡിപ്രഷനും അതുപോലെ കുറച്ച് കേസസ് ആയിരുന്നു നമ്മൾ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കേസ് വരുന്നത് ഒന്ന് ബ്രേക്കപ്പ്, രണ്ടാമത് ട്രോമ ബോണ്ടിങ്. ഇതിലെന്താണ് ചെയ്യേണ്ടത്? നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ വിക്ടിമിന് എന്ത് രീതിയിലുള്ള തെറാപ്പി, CBT എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ട് കൊടുക്കുക, അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പം ഇന്നിപ്പം ട്രോമ ബോണ്ടിങ്ങിന്റെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് ജസ്റ്റ് തെറാപ്പിയുടെ ഒരു കേസ് വെച്ചിട്ടുള്ള തെറാപ്പിയുടെ സെഷൻസ് മാത്രം കേട്ടോ, ബാക്കി ചെയ്തിട്ടില്ല. ബാക്കി ഞാൻ ഓരോന്നോരോന്ന് ചെയ്ത് വെക്കുകയാണ്. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഡിപ്രഷൻ, ആൻസൈറ്റി, മൂഡ് സ്വിങ്സ്, സ്ട്രെസ്, പാനിക് ഡിസോർഡർ, ഇതിന്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ സമയത്ത് നോക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ കേസ് നമ്മൾ കാണാം കേട്ടോ. കാരണം രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്, കൾച്ചർ ഡിഫറെന്റ് ആണ്. അതൊക്കെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്കോ ഇന്റർനാഷണൽ രീതികളോ ഒന്നും ഇവിടെ നടക്കില്ല. അത് നമ്മുടെ കേസ് കാണപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, യെസ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. നമ്മളെ നാട്ടിലെ കൾച്ചർ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം വെസ്റ്റേൺ കൾച്ചർ. അപ്പൊ അവിടെ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ്, ഒരിക്കലും ആ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ജൂലിക്ക് പറയുന്ന കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം ഇവിടെ അപ്ലിക്കബിൾ ആണെന്നുള്ളത് ക്വസ്റ്റ്യബിൾ ആണ്. കാരണം ഇറ്റ് ഇസ് നോട്ട് കൾച്ചറലി ഓറിയന്റഡ് ലൈക്ക് വെസ്റ്റേൺ. നമ്മളെ കൾച്ചറലി ഓറിയന്റഡ് അല്ല, വെസ്റ്റേൺ പോലെ കൾച്ചറലി ഓറിയന്റഡ് അല്ല. ജസ്റ്റ് നിങ്ങൾക്കൊരു സ്കെഡ്യൂളിങ് കാണിച്ചു തരാണ് കേട്ടോ. ട്രോമ ബോണ്ടിങ്ങിന്റെ 4 വീക്ക് പ്ലാൻ ഓഫ് ട്രോമ ബോണ്ടിങ് റിക്കവറി ആണ്. ഇത് കേസ് ഞാനിവിടെ കൊടുത്തിട്ടില്ല കേട്ടോ, നമ്മുടെ കേസ് കൊടുത്തിട്ടില്ല, കേസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുക. ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത, അതായത് റീസെന്റ് ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് ഒരാളെ എന്താ പറയാ ഹീൽ ചെയ്യിപ്പിക്കാനാണ്.
അപ്പൊ 4 വീക്കാണ് നമ്മൾ അവർക്ക് സെറ്റ് ചെയ്തത്. അതായത് അവരുടെ പ്രീഡിസ്പോസിങ് മക്കളെ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ എടുത്ത് പറയാണ്, വി ഹാവ് ടു ടൈലർ ഫോർ ഈച്ച് ആൻഡ് എവറി പേഷ്യന്റ്. നമുക്ക് ഒരാൾക്ക് കൊടുത്ത സാധനം അടുത്താൾക്ക് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ പ്രീഡിസ്പോസിങ് ഫാക്ടർ, അവരുടെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, അവരുടെ പെർപേച്വേറ്റിംഗ് ഫാക്ടർ, അവരുടെ പ്രീഡിസ്പോസിങ് പേഴ്സണാലിറ്റി, അവരുടെ ഓൺസെറ്റ്, അവരുടെ പേഴ്സണൽ ഹിസ്റ്ററീസ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഇതിപ്പോ ഞാനിവിടെ കേസ് വെച്ച് പഠിപ്പിക്കുന്നത് ആ ഒരു ജസ്റ്റ് ഒരു കുറച്ച് ബുദ്ധിമുട്ട് മാത്രമുള്ള ഒരു ട്രോമ ബോണ്ടിങ് ആണ്. അപ്പൊ 4 വീക്കിനാണ് വർക്ക്ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് നമ്മളിവിടെ നമ്മുടെ കുട്ടികൾക്ക് 4 വീക്കിനുള്ള കാര്യം. അതും കൃത്യമായിട്ട് ഹോംവർക്സ് ഉണ്ട്, കൃത്യമായിട്ട് അസൈൻമെന്റ്സ് ഉണ്ട്, കൃത്യമായിട്ട് കേസ് എടുത്ത ശേഷം മാത്രമാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഞാൻ റീസെന്റ് ആഡ് ചെയ്തതാ, നിർബന്ധിതമാവുകയാണ്. കാരണം ഈ കേസസ്, ബ്രേക്കപ്പ് കേസസ്, ട്രോമ ബോണ്ടിങ്, നാർസിസ്റ്റിക്സിന്റെ വിക്ടിംസിനൊക്കെ സ്ഥിരം നമ്മൾ കാണേണ്ടി വരികയാണ്. പിന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്. അപ്പം ഓരോ കാര്യങ്ങൾ വരും, ഇങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ പഠിക്കണം. പിന്നെ എക്സ്പീരിയൻസ് ആണ്, ബാക്കി കം ഫ്രം എക്സ്പീരിയൻസ്. നമുക്ക് എത്രത്തോളം അതിൽ പാഷൻ ഉണ്ട്, നമുക്ക് അതൊരു ബേസ്. ഇപ്പം ഞാൻ പഠിപ്പിക്കുകയാണെങ്കിലും എനിക്കൊരു തറോ ബേസ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്നുള്ളതാണ്. ആൻഡ് സൂപ്പർവിഷൻ. ബാക്കി നിങ്ങൾ ഇരുന്ന് കേസസ് കണ്ട് അതിൽ എക്സ്പെർട്ടൈസ് ആവുക, അത് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാഴ്ച മാത്രമാണ് CBT കോഴ്സ് അറ്റൻഡ് ചെയ്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇത്രയും ഞാൻ സെൽഫ് കോൺഫിഡന്റ്ലി പറയൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു വെബിനാറിന്റെ മെയിൻ ഉദ്ദേശം റീസെന്റ് ഇറങ്ങാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തളർത്തുന്നതല്ല, കൃത്യമായിട്ടും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് പറഞ്ഞു തരാന്നുള്ളത്. കാരണം നാളെ നിങ്ങൾ ഇതാലോചിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ആരെങ്കിലൊക്കെ പറഞ്ഞു. കാരണം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതും ഇവിടെ കണ്ടതും. കാരണം എന്റെ സ്റ്റാഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാം എനിക്ക് സ്ട്രെസ് താങ്ങാൻ പറഞ്ഞിട്ട് ദിവസങ്ങളോളം ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്റെ ബ്രദറിന്റെ കല്യാണം എനിക്ക് നന്നായിട്ട് പിന്നെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല സ്ട്രെസ് കാരണം എന്നാണ്. ഇപ്പൊ വേറൊരാളെ വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഹെഡിന്റെ എല്ലാ കാര്യങ്ങളും, ഹെഡിന്റെ കേസ് ഷീറ്റ് മുതൽ എല്ലാ കാര്യങ്ങളും എഴുതി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു മെന്റൽ ഹെൽത്ത് ഇല്ലാതിരിക്കുക എന്നത്. ക്ലയന്റിന് ഒരു കോൺഫിഡൻസ് വന്നാൽ ഫുൾ അറ്റൻഡ് ചെയ്യാത്ത അവസ്ഥകൾ. ഓഫ് കോഴ്സ് ക്ലയന്റിന് കോൺഫിഡൻസ് വന്നാൽ ഫുൾ അറ്റൻഡ് ചെയ്യൂല, അവർ പോവും, അവർ തിരിച്ചു വന്നോളും. എനിക്ക് ഇഷ്ടം പോലെ തിരിച്ചു വന്ന കേസ് ഉണ്ട്. ചില കേസിൽ ഞാൻ പറയാറുണ്ട്, ഇതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ റിലാപ്സ് വരും. അതിന് നമുക്കൊന്നും ചെയ്യാനില്ല, അവർക്ക് വേണമെങ്കിൽ അവർ വരാം. ഒരു 1-2 സെഷനൊക്കെ കഴിയുമ്പോൾ നല്ല ആശ്വാസം. ഇപ്പൊ ഞാനൊരു ക്ലയന്റിന് വേറെന്തോ കാര്യത്തിന് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അടുത്ത സെഷനിൽ ടൈം ആയിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, റിലാക്സ് ആയിട്ട് വരുന്ന സമയത്ത് വീണ്ടും ഇതേ ഇതിൽ പോകേണ്ടിട്ടുണ്ട്. ചിലരൊക്കെ ഓക്കെ ആവും, പിന്നെ നെക്സ്റ്റ് ട്രിഗർ ഇട്ടുമ്പോഴേക്കും വരുന്നത്. നെക്സ്റ്റ് CBT ബാച്ച് ഈ മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അത് സൂപ്പർവിഷൻ, നമ്മൾ 3 month സൂപ്പർവിഷൻ ബാച്ച് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. CBT ഇന്റേൺഷിപ്പ് ആൻഡ് ഗൈഡൻസ്. പിന്നെ അതിൽ 3 months നമ്മൾ ഇവിടുത്തെ ഓൺഗോയിങ് 3 months ആണെങ്കിലും 6 months നിങ്ങൾക്ക് എന്തായിരിക്കും, അതായത് ഒരു 3 months നിങ്ങൾ നമ്മുടെ സൂപ്പർവിഷനിലായിരിക്കും. അത് കൂടാതെ 6 മാസത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കൃത്യമായിട്ടും ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നവർക്ക് ഞാൻ എടുത്തു പറയുന്നുണ്ട്, ആർക്കെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. കാരണം ഒരു ഇന്റർവ്യൂവിന് പോയാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പൊ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തെളിയിച്ചാൽ മാത്രമേ ഞാനത് കൊടുക്കാറ്. ഓക്കെ ആണോ? ആയിഷ കാസിനെ ചോദിച്ചത്, ക്ലയന്റിന് ഒരു കോൺഫിഡൻസ് വന്നാൽ ഫുൾ അറ്റൻഡ് ചെയ്യാത്ത അവസ്ഥകൾ ഉണ്ടാവില്ല. അതിന് നമുക്കൊന്നും ചെയ്യാനില്ല. മാക്സിമം നമ്മൾ എത്രയൊക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്താലും അവർക്കൊരു കുറെ ഘടകങ്ങൾ ഉണ്ട്. ഒന്ന് മതി, കുറച്ച് ആശ്വാസമായല്ലോ. പിന്നെ രണ്ടാമത്തെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, വരാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കൊണ്ട് നിർത്താം. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളടുത്ത് വരും ആ കാര്യങ്ങൾ, നമ്മളടുത്ത് വരുന്ന സമയത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവാം. അത് ആയിഷ താസിനെ വീണ്ടും ചോദിച്ചിരിക്കുന്നത്, അവർ വീണ്ടും വന്നാൽ പിന്നെയും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദിയർ പ്രസന്റ് കണ്ടീഷൻ. ഇപ്പൊ നമ്മളോട് ബൈസ്റ്റാൻഡേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്, ഇത് എത്ര കാലം എടുക്കുമാണ്. ചില പേഷ്യൻസ് ചോദിക്കും, എത്ര കാലം എടുക്കും, എത്ര സെഷൻസ് വേണ്ടി വരും.
അപ്പൊ നമുക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ കംപ്ലീറ്റ്ലി അപ്പോൺ ദ പേഷ്യന്റ്, ഹസ് മോട്ടിവേഷൻ, ഹർ മോട്ടിവേഷൻ, അവരുടെ സപ്പോർട്ട് സിസ്റ്റം, അവരെങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യും, ഇതൊക്കെ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ A, B, C എന്ന് 3 പേര് ഡിപ്രഷൻ ആയിട്ട് ഒരേ ലെവൽ മൈൽഡ് ഡിപ്രഷൻ ആയിട്ട് വരികയാണ്. A റിക്കവർ ചെയ്യുന്ന പോലെ ആയിട്ടില്ല B റിക്കവർ ചെയ്യും, B റിക്കവർ ചെയ്യുന്ന പോലെ ആയിട്ടില്ല C. It completely depends upon their support system, their perpetuating factors, their willingness to cooperate. ഇതൊക്കെ അതിന്റെ ഘടകങ്ങളാണ്. മോട്ടിവേഷൻ ഇല്ലാത്ത ഇപ്പൊ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, താല്പര്യം ഇല്ലാതെ വരുന്നത്. എന്റെ ഒരു അനുഭവം പറയാണ്, സ്പീക്കറൊന്നും പറയല കേട്ടോ. താല്പര്യം ഇല്ലാതെ വന്നവരെ വരെ താല്പര്യത്തോടാക്കി മാറ്റാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു 4-5 കേസ് അവർക്ക് താല്പര്യം ഇല്ലാണ്ട് പാരന്റ്സ് ഒക്കെ കൂട്ടിക്ക് കിട്ടുന്നിട്ടുള്ളൂ. അതാണ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റിയും നമ്മൾ കൊടുക്കുന്ന ആ ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത. ചിലപ്പോൾ അവര് താല്പര്യം ഇല്ലായിട്ടായിരിക്കും വരുന്നത്, പക്ഷെ പിന്നെ അവര് നമ്മളായിട്ട് ഭയങ്കര സിങ്കായിട്ട് മാറാറും. ഒട്ടും താല്പര്യമില്ല, നമുക്കൊന്നും ചെയ്യുന്നില്ല, നമ്മള് ബൈസ്റ്റാൻഡേഴ്സിനെ അമേറാക്കിയിട്ട് നമ്മൾ വീട്ടുകാരാണ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കുക. ഞാൻ ഒന്നും ഉണ്ടാക്കാണ്ട് നിങ്ങളൊരു ക്ലിനിക്കിലൊക്കെ കയറുകയാണെങ്കിൽ ഫസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര കോട്ടൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയറൊക്കെ കെട്ടി ആടിയിരിക്കുമ്പോഴൊക്കെ നല്ല രസമൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും, തമാശയായിട്ട്. പക്ഷെ പോകെ പോകെ നിങ്ങൾക്ക് സ്വയം മെന്റൽ ഹെൽത്ത് ഇല്ലാത്ത പോകും. കാരണം ഇത് നമ്മള് ഒരാളുടെ മാനസികാരോഗ്യം വെച്ചിട്ടാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. എന്തുകൊണ്ട് വ്യാജന്മാർ 6 മാസ സൈക്കോളജിസ്റ്റുകളും 3 മാസക്കാരെ വിലസുന്നത്? പണി അറിയുന്നവരില്ല. പണി അറിയാവുന്നവർ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു പ്രശ്നമില്ല. തൊട്ടപ്പുറത്തൊരു കൗൺസിലിംഗ് സെന്റർ വന്നപ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം അത്രയും മെന്റൽ ഹെൽത്തിന് സപ്പോർട്ട് വേണ്ട ആളുകൾ നമ്മൾ ചുറ്റുമുണ്ട്. കേസിനൊന്നും ഒരു പഞ്ഞും ഇല്ല മക്കളെ, സത്യം പറയാം. പീപ്പിൾ കെയിം ടു റിയലൈസ് മെന്റൽ ഹെൽത്ത് മാറ്റേഴ്സ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്. കാരണം എനിക്ക് തോന്നാറുണ്ട്, കാരണം അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ട് ഉള്ളവരൊക്കെ ഇവിടെ വരാറുണ്ട്. ഞാൻ അത്ഭുതപ്പെടും, ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ചിലവരൊക്കെ സൈക്കോളജിയിലും കൗൺസിലിംഗിലും ഒരു വിശ്വസിക്കാത്ത ആൾക്കാർ എനിക്ക് ഒരു പേഴ്സണൽ കേസ് തന്നെ ഉണ്ട്. അവർക്ക് ഒരു താല്പര്യം, അവർ ആരും പോകുന്നത് ഒരു വിശ്വാസം ഉണ്ടായിട്ടില്ല. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ജെനറ്റിക് ഡിസോർഡർ ആണ്, അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ പാരന്റ്സ്, അതൊട്ടും വിശ്വാസം ഇല്ലാത്ത പാരന്റ്സ് എന്നോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഇന്നും എനിക്ക് അവരെ കോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതാണ്, അപ്പം നമ്മളൊരു ചേഞ്ച് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷന്റെ ആളുകൾ. പിന്നെ മക്കളെ, സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ റെപ്യൂട്ടേഷൻ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രോപ്പറായിട്ട് ജോലി ചെയ്യുന്ന ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, പക്ഷെ അത് പറയാൻ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. നമ്മളോട് ഈവൻ നമ്മുടെ മെഡിക്കൽ ഡോക്ടേഴ്സിന് പോലും നമ്മളിപ്പം ഞാനിവിടെ റെഫർ ചെയ്യാറുള്ളത് കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ ഡോക്ടർ സോമനാഥ് സാറിനാണ്. സൈക്കോസിസ് വന്നാൽ ഞാൻ ഡെഫിനറ്റ്ലി മരുന്ന് വേണ്ടതാണെങ്കിൽ ഞാൻ ഇവിടെ എന്റെ ഇന്റേൺഷിപ്പിന് വന്നാലും മരുന്നുകൾ വരെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. കാരണം മിക്കവാറും ആളുകൾ അവയർനെസ് ഇല്ലാണ്ട് ചിലപ്പോൾ സൈക്യാട്രിസ്റ്റ് അടുത്ത് പോയിട്ട് കാണിച്ചിട്ട് വേണ്ടാത്ത മരുന്നൊക്കെ കുടിക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്താ നമുക്ക് അറിഞ്ഞാലേ നമുക്ക് ഇത് വേണ്ടതാണോ വേണ്ടാത്താണോ, ഈ സൈക്യാട്രിസ്റ്റ് അടുത്ത് കാണിക്കണതൊക്കെ നമുക്കൊരു ബോധം വേണം. ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ട് ആൻസൈറ്റിയുടെ മരുന്ന് എഴുതി കൊടുത്ത സൈക്യാട്രിസ്റ്റുകൾ വരെ ഇരിക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് ബോധം വേണം. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യമൊക്കെ ചീട്ട് കാണുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ല. വിളിച്ച അഞ്ചുപറ്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്ക് മേടി, എന്താ അതിന്റെ PDF കണ്ടെത്തി അതിൽ നിന്ന് മരുന്നുകളെ പറ്റി പഠിച്ചു. ആ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് നോട്ട്സ് ഉണ്ടാക്കി ഇപ്പൊ എന്റെ ഇന്റേൺഷിപ്പിന് വരുന്ന കുട്ടികൾക്ക് ഏതൊക്കെ വിഭാഗം മെന്റൽ ഹെൽത്തിന് മരുന്നുകളുണ്ട്, ഏതൊക്കെ മരുന്നുകളാണ് ഉള്ളത്, ഏതൊക്കെ 4 കാറ്റഗറീസ് ഉണ്ട്, ഏതൊക്കെ മരുന്നുകളാണ് ഒക്കെ എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അത് പഠിപ്പിച്ച ആ ഒരു സാധനങ്ങൾ കയ്യിലുള്ളപ്പോ ഇന്നതാണല്ലേ, ഇന്നതിനാണല്ലേ എന്നുള്ളൊരു സാധനം നമുക്ക് വരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ചില ആന്റി സൈക്കോട്ടിക്സ് സാധാ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ലൈക്ക് പെയിൻ മാനേജ്മെന്റിനൊക്കെ ആയിട്ട്. ഇപ്പൊ ചിലരത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ മെന്റൽ ഹെൽത്ത് ഡിസോർഡറിനുള്ളതാണെന്നാണ് കാണിക്കാം. അപ്പൊ നമ്മളടുത്ത് കുഴപ്പമില്ല, ഇത് പെയിൻ മാനേജ്മെന്റിന് തരാറുണ്ട് എന്നുള്ള രീതിയിൽ പറയും. ഏതൊക്കെ മെഡിസിൻ ആണ് സൈഡ് എഫക്ട്സ് ഉള്ളത്, എന്തൊക്കെ വിഡ്രോവൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇൻഡക്ഷനിൽ വരുന്ന കുട്ടികൾക്ക് ഒരു ദിവസം എന്റെ ഹൈലൈറ്റ്സ് നോക്കിയാൽ കാണാം, നമ്മൾ മെഡിസിൻസിനെ പറ്റി മാത്രമാണ് ക്ലാസ് എടുത്ത് കൊടുക്കുക. ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം.
ഇത് ഞാൻ എന്താ ഞാനിപ്പോൾ എന്റെ ഇന്റേൺഷിപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് കിട്ടിയ പുതിയ കാര്യങ്ങൾ എന്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാന്നുള്ളതാണ്. കാരണം ആ ഒരു കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ ആണോ? ഇനി അതർ ഡൗട്ട്സ് എന്തെങ്കിലും? മിനിറ്റ് 2 മിനിറ്റ് പോയല്ല കേട്ടോ, അതിന്റെ ചെയ്യാം. 2 മിനിറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് കിട്ടിയോ? മക്കളെ, ഈ ഒരു വെബിനാറിന്റെ മെയിൻ ഉദ്ദേശം നിങ്ങളൊക്കെ നിൽക്കുന്നത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലാണ്. ആ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ആ ഒരൊറ്റ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത്, പിന്നെ ആ ഗ്രൂപ്പിൽ ഒരു സൂപ്പർവിഷൻ പ്രോഗ്രാം പോലെ തന്നെ കൊണ്ടുപോകും. എനിക്ക് അതാണ്, അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ ഫോം ഒക്കെ ഫില്ല് ചെയ്യിച്ച് നിങ്ങളെ ആഡ് ചെയ്യിച്ചിട്ടുള്ളത്. ഇപ്പൊ സെക്കൻഡ് നമുക്കൊരു ബാച്ച് നമുക്ക് വരുന്നുണ്ട്. എനിക്ക് സൂപ്പർവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം. ഇതിനു വേണ്ടി നിങ്ങളിപ്പോ എന്റെ അടുത്ത് നല്ല വേറെ എവിടെയാണെങ്കിലും പല അക്കാഡമീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്കുക അവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് കൃത്യമായ ഗൈഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണം. ആ ഒരു പൈസ നിങ്ങൾ ചെലവാക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കരുത്. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റ് ആയിട്ട് മാറും എന്ന് തന്നെ വിശ്വസിക്കുക. കാരണം ഒരിക്കലും അതൊരു അയ്യോ ആ പൈസ കൂടെ കളഞ്ഞാലോ, ഇല്ല. നമ്മള് ഇതുവരെ 5 വർഷം കിട്ടിയത് കുറെ തിയററ്റിക്കൽ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ്. ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയുന്നു, സത്യസന്ധമായി പറയുന്നു, അതൊന്നും അല്ല ഞാനിവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയല്ലേ 2 വർഷം, ഇതൊക്കെ സെക്കൻഡ് ആയിരുന്നു കേട്ടോ. 2 വർഷം കൊണ്ട് ഐ തിങ്ക് ഐ ഹാവ് കെയിം അക്രോസ് 250 കേസസ്. 250 ക്ലയൻസിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് 2 വർഷത്തിനുള്ളിൽ. ആ 250 എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേ പേഷ്യൻസ് തന്നെ നമുക്ക് ഫോളോ അപ്സ് ഇങ്ങനെ വരുന്നതിനെ കൊണ്ടാണ് 250 എന്ന് പറയുന്നത്. അത്രയും കേസസ് ഞാൻ ഒരാൾ ഇത്രയും സമയത്തിനുള്ളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നൊന്ന് ആലോചിച്ചൊക്കെ പ്രൊഫഷനിലുള്ള ഒരു സ്കോപ്പ്. എനിക്കിപ്പോ മലപ്പുറത്ത് മലപ്പുറത്ത് ഇപ്പം വി ആർ പ്ലാനിങ് ടു ഓപ്പൺ അഫാസ് വെൽനസ് അറ്റ് മലപ്പുറം. ലോട്ട്സ് ഓഫ് കേസ് ആർ കമ്മിങ് ഫ്രം ദേർ. അപ്പൊ മലപ്പുറത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മാം സജസ്റ്റ് ചെയ്യോ മലപ്പുറം അല്ലെങ്കിൽ തൃശ്ശൂർ ആരെങ്കിലും ഉണ്ട്? ഇല്ല. എറണാകുളത്താണ് ഞാൻ സാറിന് സജസ്റ്റ് ചെയ്യും. ഡോക്ടർ പ്രജീഷ് പാലന്ദ്ര സാർ ഉണ്ട്. ഞാൻ ട്രസ്റ്റിലേക്ക് ഡോക്ടർ പാലദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ്ഫുൾനെസ്സിലേക്ക് റെഫർ ചെയ്യും. കാരണം എനിക്ക് സാറിന് മാത്രമേ റെഫർ ചെയ്ത് കൊടുക്കാനുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? അയ്യോ, കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമില്ല. ഈ റിലീജിയനും സൈക്കോളജിയും മിക്സ് ആക്കുന്ന സ്ഥലത്ത് ദയവ് ചെയ്ത് പോകരുത്. നിങ്ങൾ ബയാസ്ഡ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇയർ ഒരു സാധനം പഠിച്ചിട്ടില്ലല്ലോ. Psychology is the scientific study of mind and human behavior. It is scientific. There is no role for religion in psychology. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് ഉള്ളതും കൂടി കോളാക്കി വരുന്ന കുറെ ക്ലയൻസ് ഉണ്ട്. അത് ഒരു ഓൾറെഡി പിന്നെ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കുന്ന പേഷ്യൻസിനെ കൂടുതൽ ഡിസ്റ്റോർട്ടഡ് ആക്കാൻ ഇതിനെ പറ്റുള്ളത്. ഇതിപ്പോ കുറെ ട്രെൻഡിങ് സാധനങ്ങള്, ഫേക്ക് സാധനങ്ങൾ, മൈൻഡ് കോച്ച്. ഞാൻ ഈ അടുത്തൊരു കുട്ടിയുടെ വെച്ച് മൈൻഡ് കോച്ച് എന്താണ് ഈ മൈൻഡ് കോച്ചിങ്, എന്താണ് മൈൻഡ് കോച്ചിങ്, എന്താണ് അതിന്റെ തിയററ്റിക്കൽ ബേസിസ്? ഇപ്പം എന്നോട്, ഞാൻ CBT തെറാപ്പിസ്റ്റ് ആണ്, എന്നോട് എന്താണ് CBTയുടെ തിയററ്റിക്കൽ ബേസിസ് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് പറ്റും. ഇറാഷണൽ തോട്ട്സിനെ റാഷണൽ ആക്കുക, ഡിസ്ഫങ്ഷണൽ തോട്ട്സിനെ ഫങ്ഷണൽ ആക്കിയിട്ട് റിക്കവർ ആക്കി കൊണ്ടുവരാം. അതിന് സ്ട്രക്ചർ ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്, തിയററ്റിക്കൽ ആയിട്ടുള്ള പിന്നെ ഇപ്പൊ കോഗ്നിറ്റീവ് ട്രയാഡ് ഉണ്ട്, അതിന്റെ തിയറിയും പ്രിൻസിപ്പിൾസും ഒക്കെ എനിക്കറിയാം.
ഈ വ്യാജ സാധനങ്ങൾക്ക് അതൊക്കെ എന്തൊക്കെയാ ഉള്ളത്. അതായിട്ട് ഒരു തെറാപ്പി നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ തെറാപ്പിയുടെ ഫ്രം ദ ബേസിക്സ് പഠിക്കണം. ആരെങ്കിലും നിങ്ങൾ ഏത് തെറാപ്പിയിലാണ് സ്പെഷ്യലൈസ് ചെയ്ത് ചോദിക്കുമ്പോൾ ആ തെറാപ്പിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. പിന്നെ അത് നമ്മുടെ കൾച്ചറിൽ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ഇതാണ് എന്നോട് ചോദിച്ച ഒരു തെറാപ്പിസ്റ്റിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഓക്കെ ആണല്ലോ? സോ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതിൽ എക്സൽ ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ നല്ല ഗൈഡൻസ് ഒക്കെ എടുക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. നമ്മുടെ അടുത്ത CBT സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മൺഡേ ആണ്, വളരെ ഏർലി ആണ്. പിന്നെ ഒരു സൂപ്പർവിഷൻ പ്രോഗ്രാം ഈ CBTയോട് അനുബന്ധിച്ച് തന്നെ ഒരു സൂപ്പർവിഷൻ 3 months പ്രോഗ്രാം അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട്. 3 months എന്ന് പറയുമ്പോൾ 3 months ഇവിടെ, പിന്നെ 3 months നിങ്ങളെ നമ്മൾ ഓൺലൈനിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. പ്ലേസ്മെന്റ് നമ്മളോട് ഒത്തിരി ആളുകൾ ചോദിച്ചു വരാറുണ്ട്. ഐ മീൻ നമ്മളോട് സ്റ്റുഡൻസിന് ചോദിച്ചു വരാറുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിന് ചോദിച്ചു വരാറുണ്ട്, നിങ്ങളുടെ ആരെങ്കിലും പ്ലേസ് ചെയ്യാം. ഒന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വാലിഡ് ആണ്. എന്റെ അടുത്ത് ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. ആൻഡ് പലരും പ്ലേസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. 3 months കോഴ്സ് എടുത്തത് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഹെൽപ്പുകളും ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ വലിയൊരു പേഷ്യന്റ് വരുമ്പോൾ നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ, പാഷനേറ്റ് അല്ലെങ്കിൽ ഈ പരിപാടിക്ക് പറ്റില്ല കേട്ടോ. ഒരാളെ ഒരു പേഷ്യന്റ് വരുന്നത് കേട്ടിരിക്കാനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല, അതിന് വർക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യമില്ല, ഈ പണി നിങ്ങൾക്ക് പറ്റൂല. ഈ വർക്കിൽ പാഷനേറ്റ് ആണ്, ഇവിടെ നിന്നൊക്കെ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വർക്കിൽ എക്സൽ ചെയ്യാം. പിന്നെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി വരാറുണ്ട്, എനിക്ക് കുറെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് ഒരു പേഷ്യനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ്, കുറുന്തോട്ടിക്ക് വാദം വരും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൈക്കോളജി തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നത് എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ എനിക്കറിയാം. എന്റെ ചുറ്റും ഒരു ഇമോഷണൽ റെഗുലേഷനെ പറ്റി എനിക്കറിയാം. ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. എനിക്കറിയാം ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മുന്നേ അഫ ഇതല്ല എന്ന് എനിക്കറിയാം. കാരണം അഫ വാസ് എ വെരി പാമ്പേർഡ്, ദ ഓൺലി കിഡ് ഓഫ് the family. She was very pampered. എന്ത് വാശി പിടിച്ചാലും സാധിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന അഫ എന്നുള്ള വ്യക്തിയായിരുന്നില്ല ഞാൻ. എത്രയോ ബോൾഡായി. ഇപ്പം ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചിലപ്പോൾ ഞാൻ എന്നെ നോക്കിക്കാണും. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എന്നെ സഹായിച്ച സൈക്കോളജിയോട് എനിക്കുള്ള അതിയായ പ്രണയം സത്യമായിട്ടും പറയാം. കാരണം എനിക്ക് ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ 10 വർഷം മുന്നുള്ള അഫേനെ എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. ഇപ്പൊ നിൽക്കുന്ന അഫ, അതിനൊരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ സൈക്കോളജിയാണ്. എനിക്ക് എല്ലാം സൈക്കോളജിയാണ്. എന്റെ ലൈഫേ എനിക്ക് സൈക്കോളജിയാണ്. കാരണം മനസ്സിന് അത്രത്തോളം പവർ ഉണ്ടെന്ന് ഇത് പറയുമ്പോൾ ഞാൻ ഇമോഷണൽ ആയി പോകും കേട്ടോ. കാരണം ഈ ഒരു പ്രൊഫഷൻ എനിക്ക് തന്നിട്ടുള്ളത് അത്രത്തോളം മാറ്റങ്ങളാണ് ലൈഫിൽ. ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, റിലേഷൻഷിപ്സിലായിക്കോട്ടെ. ഇപ്പൊക്കെ ബോൾഡ് ആയിട്ട് ഇപ്പൊ എനിക്ക് പറ്റാത്ത റിലേഷൻഷിപ്പാണ്, അതായത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന റിലേഷൻഷിപ്പാണ്, അത് നോ, എനിക്കത് വേണ്ട, അത് ഞാൻ അത് ഫാമിലി, ഈവൻ ക്ലോസസ്റ്റ് ഫാമിലി ആണെങ്കിൽ പോലും എന്താ പറയാ സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. എനിക്ക് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അവരെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരാണ്, എന്ത് പറഞ്ഞാലും എനിക്ക് ബുദ്ധിമുട്ടാണ്, അവരെ ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് വളരെ ബോൾഡായിട്ട്, എനിക്ക് അവരുടെ ദേഷ്യ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് അവരെ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് ബോൾഡായിട്ട് ഹോൾ ഫാമിലിയോട് പോലും പറയാൻ പറ്റുന്നത് സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം, സെൽഫ് മാനേജ്മെന്റ്. നമുക്ക് നമ്മളെയും ഈ പ്രൊഫഷനിലൂടെ ഒരുപാട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? എനി ഡൗട്ട്സ് മക്കൾസ്? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ്? അപ്പൊ ആ ഗ്രൂപ്പ് ലെഫ്റ്റ് അടിക്കാതിരിക്കുക. ആ ഗ്രൂപ്പിൽ ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇടാനാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് CBT സെഷൻ വരുന്നത് മൺഡേ ആണ്. അപ്പം മൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊന്ന് അറിയിക്കാം, നമുക്ക് അതിനനുസരിച്ച് പോവാം. സൂപ്പർവിഷൻ പ്രോഗ്രാംസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് DM ചെയ്യാം. ഇപ്പൊ തന്നെ ഒരു റിപ്ലൈ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, പക്ഷെ ഞാൻ ഇന്ന് രാത്രിയൊക്കെ ആയിട്ട്, നാളെ ഞായറാഴ്ച വർക്കിംഗ് ആണ്, നാളെ പേഷ്യൻസ് ഉണ്ട്, സോ ഐ ബി വർക്കിംഗ്. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാവും, അപ്പം റിപ്ലൈസ് ഒക്കെ തരാം. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? ഈ സെഷൻ ഹാപ്പി അല്ലേ? ഒരുപാട് പേര്, എന്നപ്പോ 1 മണിക്കൂറിലധികമായി കുറെ പേരുണ്ടായിരുന്നു, ഒരുപാട് പേര് സ്റ്റേ ചെയ്തു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ. ഹാപ്പി അല്ലേ എല്ലാരും? അല്ലേ? അപ്പൊ ഒരു വാക്ക് ഞാൻ തരാം, നിങ്ങള് പ്രൊഫഷണൽ എക്സൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം, ഞാൻ ഒപ്പം ഉണ്ടാവും, എന്ത് രീതിയിലുള്ള സഹായം പ്രതീക്ഷിക്കാം. അപ്പൊ ആസ് യൂഷ്വൽ, ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.